എൻജൂണിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന കേരള സർവീസ് സ്കൂളിന്റെ മൂന്നാമത്തെ ക്ലാസ്. എല്ലാവരും ഫോൺ മ്യൂട്ടാക്കുക. ഒരു നോട്ട്ബുക്കും ഒരു പെന്ന് വായിച്ച് തയ്യാറാക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ KSRന്റെ തുടക്കം, എന്തിൽ അടിസ്ഥാനമാണ്, എത്ര വോളിയമുണ്ട്, എത്ര പാർട്ടുണ്ട്, ഈ 2 വോളിയങ്ങളിലായിട്ട് 3 പാർട്ടിലായിട്ട് എത്ര റൂളുകളുണ്ട്, പാർട്ട് 1ൽ 159 റൂള്, പാർട്ട് 2ൽ 116 റൂള്, വോളിയം 2 പാർട്ട് 3ൽ 151 റൂള് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പാർട്ട് 1നെ വോളിയം 1ൽ പാർട്ട് 1നെ നമ്മൾ 4ആയിട്ട് തിരിച്ചു. എല്ലാം കഴിഞ്ഞ് പറഞ്ഞു കഴിയും. 1 മുതൽ 60 വരെ, 61 മുതൽ 124 വരെ, 125 മുതൽ 138 വരെ, 139 മുതൽ 159 വരെ ഉള്ള റൂളുകളുടെ പങ്കുവെക്കൽ, പല വിഷയാടിസ്ഥാനമായി നമ്മൾ 4ആയിട്ട് തരംതിരിച്ചു. അതിന്റെ രൂപങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ഏറ്റവും വളരെ ലളിതമായിട്ടുള്ള ഒരു പോർഷൻ മാത്രം, 14 റൂളുകൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട്, ഒന്ന് ക്ലാസ്സിൽ പറഞ്ഞു, മറ്റേ ക്ലാസ്സിൽ ആവശ്യം. ജോയിൻ ടൈം 2 മാർക്ക് മുതൽ ഏകദേശം 5, 6, 7 മാർക്ക് വരെ കഴിഞ്ഞ പല പ്രാവശ്യമുള്ള എക്സാമുകളിൽ ചോദിച്ചിരുന്നു. എന്തായാലും ഒരു 2 മാർക്ക് നമുക്ക് ഉറപ്പാക്കാം 14 റൂളുകളിലായി. ജോയിൻ ടൈമിന്റെ പോർഷനിൽ ഒരു സംശയം ഇനി ഉണ്ടായില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇപ്പോഴോ ഇനിയും പിന്നീട് രണ്ടാമത് റെഫർ ചെയ്യുമ്പോഴുണ്ടെങ്കിൽ പറഞ്ഞു, നമ്മുടെ മെയിലിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ സംശയങ്ങൾ തരിക. നമുക്ക് സംശയ നിവാരണം വരുത്താവുന്നതാണ്. ഏത് ഘട്ടത്തിലാണെങ്കിലും സംശയ നിവാരണം വരുത്താൻ ക്ലിയർ ആയിട്ട് നമുക്ക് പോകാം. ഇന്ന് പുതിയൊരു ഭാഗത്തേക്ക് കടക്കുക. വോളിയം 1ൽ പാർട്ട് 1ൽ വരുന്ന റൂളുകളാണ് അടുത്ത ഭാഗം റൂളുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതായത് 124 മുതൽ 138 വരെ റൂളുകൾ കഴിഞ്ഞെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള റൂളിലേക്ക് നമ്മൾ കടക്കുന്നു. 61 മുതൽ 124 വരെ വരുന്ന ലീവിനെ സംബന്ധിച്ച നിയമങ്ങളെ പറ്റി, കേരള സർവീസ് നിയമങ്ങളെ പറ്റി നമ്മൾ പഠിക്കാൻ പോകും. ലീവുകളെ പറ്റി പറയുമ്പോൾ നമ്മളെ പറ്റി പല ആക്ഷേപങ്ങളും ലീവിനെ സംബന്ധിച്ച്, ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ജീവനക്കാരനും ഒരു അധ്യാപകനെ സംബന്ധിച്ച് പല ആക്ഷേപങ്ങളും നാട്ടിൽ കേൾക്കാറുണ്ട്. അതൊന്നും ചെവിക്കൊള്ളണമെന്നില്ല. പക്ഷെ എങ്കിലും അതിന്റെ ഒരു രസകരമായ വശത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു രസകരമായിട്ട് നമുക്ക് പോകില്ല. ലീവ് എന്ന് പറയുന്ന നിയമം, ലീവിന് അടിസ്ഥാനമായ നിയമം പറയുന്നത്, ലീവ് ഈസ് നോട്ട് എ റൈറ്റ് ഓഫ് ആൻ എംപ്ലോയി. ലീവ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു അവകാശമായിട്ട് കാണേണ്ടതില്ല. ലീവ് ഒരു അവകാശമല്ല. എന്നാൽ സർവീസ് റൂളിന്റെ ഭാഗമായിട്ട് ലീവുകൾ നമുക്ക് അനുവദനീയമാണ്. ഈ അനുവദനീയമായ ലീവുകൾ ഏതെല്ലാം തരത്തിലുണ്ട് എന്നെല്ലാം നമുക്ക് പഠിച്ചു വരണം. ഈ ലീവുകളെ സംബന്ധിച്ച് നമ്മൾ രസകരമായിട്ടുള്ള ചില വസ്തുതകൾ കൂടെ ഉണ്ട്. നമുക്കൊരു വർഷത്തിൽ ഉള്ള ടോട്ടൽ ഡേയ്സ് എന്ന് പറയുന്നത് 365 366 ദിവസങ്ങളാണ്. എന്നാൽ ലീവുകളുടെ ഒരു ആകെ കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്ര ലീവുകൾ ജീവനക്കാരന് ഒരു വർഷത്തിൽ എടുക്കാൻ കഴിയും എന്നുള്ളത് എണ്ണം വെച്ച് പരിശോധിക്കുമ്പോൾ രസകരമാണ്. പക്ഷെ എങ്കിൽ കൂടിയും, രസകരമാണെങ്കിൽ കൂടിയും അത്ര രസകരമല്ലാത്ത, സുഖകരമല്ലാത്ത, വേദനാജനകമായിട്ടുള്ള ചില ലീവുകളും ഉണ്ട്. ഒരു കാരണവശാലും നമ്മൾ അനുഭവിക്കാതിരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചില ലീവുകളുണ്ട്. നമ്മളെന്നല്ല, നമ്മളോ നമ്മുടെ സഹപ്രവർത്തകരോ നമ്മളുടേതായിട്ടുള്ള ബന്ധത്തിൽപ്പെട്ട ആരും തന്നെ ഒരു മനുഷ്യ ജീവിക്കും അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ല എന്ന് രോഗവുമായിട്ട് ബന്ധപ്പെട്ട ചില ലീവുകളെ പറ്റി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ മൊത്തത്തിൽ വരുന്ന ലീവുകൾ എടുത്ത് കണക്ക് കൂട്ടി പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം നമുക്ക് ഏകദേശം 660ഓളം അല്ലെങ്കിൽ 700 ചുവടെയുള്ള ലീവുകളുണ്ട്.
സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാമായിട്ട് മൊത്തം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 700 ലീവുകളാണ്. അതായത് ഒരു വർഷത്തിന്റെ ദിവസങ്ങളെക്കാൾ കടന്ന എണ്ണത്തിലുള്ള ലീവുകൾ നമുക്ക് റൂളിന്റെ ഭാഗമായിട്ട് അനുവദനീയമാണ്. നമ്മൾ അതിനകത്ത് ചില വിഷമകരമായിട്ടുള്ള നമുക്കൊരു കാരണവശാലും ആഗ്രഹിക്കാൻ പാടില്ലാത്ത ലീവുകളിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ ആഗ്രഹിക്കാൻ പാടില്ലാത്ത, അനുഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ചില ലീവുകളും അതിനകത്തുണ്ട്. കീമോതെറാപ്പി പോലുള്ള, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള, റാബീസ് ഇഞ്ചക്ഷന്റെ ഭാഗമായിട്ട് വരുന്ന അങ്ങനെ പലതര ഹോസ്പിറ്റൽ ലീവ്, അതുപോലെ തന്നെ ഡിസബിലിറ്റി ലീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കാത്ത, ഒരു കാരണവശാലും നമുക്ക് എടുക്കേണ്ടി വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ലീവുകളുണ്ട്. അതിനൊക്കെ പറ്റി നമുക്ക് പഠിക്കണം. അത് ഓരോ ഘട്ടമായിട്ട് നമുക്ക് പഠിക്കാം. ലീവിനെ കാണുമ്പോൾ നമ്മൾ കാണേണ്ടത് രണ്ട് തരമായിട്ട് ടോട്ടൽ ലീവിനെ നമ്മൾ രണ്ട് തരമായിട്ട് വിഭജിക്കുന്നു. ലീവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി, പഠിക്കുവാൻ വേണ്ടി KSRന്റെ ഭാഗമാക്കിക്കൊണ്ട് ലീവിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഓർഡിനറി ലീവും സ്പെഷ്യൽ ലീവും. സാധാരണ ലീവുകളും പ്രത്യേകതര ലീവുകളും എന്ന രീതിയിൽ ലീവിനെ നമ്മൾ രണ്ട് തരമായിട്ട് വിഭജിക്കുന്നു. അതിൽ ഫസ്റ്റ് പാർട്ട്, ലീവിന്റെ ആദ്യ ഭാഗം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഡിനറി ലീവുകളെ സംബന്ധിച്ചാണ്. ഓർഡിനറി ലീവ് എന്ന സാധാരണ തരത്തിലുള്ള ലീവുകൾ ഏതെല്ലാം എന്ന് ആണ് നമുക്ക് ആദ്യ ഘട്ടത്തിൽ പഠിക്കേണ്ടത്. 61 മുതൽ 124 വരെ വരുന്ന 64 റൂളുകളിലെ ആദ്യ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നത് 64 ലീവിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. ഓർഡിനറി ലീവ് എന്നും സ്പെഷ്യൽ ലീവ് എന്നും. ഓർഡിനറി ലീവിനെ, സാധാരണ ലീവിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നു. സാധാരണ ലീവ് അഥവാ ഓർഡിനറി ലീവിനെ നമ്മൾ മൂന്നായിട്ട് വിഭജിക്കുന്നു. ഒന്ന് ഏൺ ലീവ് അഥവാ EL, ഏൺ ലീവ് അഥവാ EL. രണ്ടാമത്തത് SPL അഥവാ ഹാഫ് പേ ലീവ്, അർദ്ധവേതന അവധി. ഒന്നാമത്തെ ലീവ് ഓർഡിനറി ലീവിന്റെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ലീവ് ഏൺ ലീവ് അഥവാ EL അഥവാ ആർജിത അവധി എന്ന് പറയാം, എന്ന് പറയുന്നു, എന്ന് വിളിക്കപ്പെടുന്നു. രണ്ടാമത്തെ തരം ലീവ്, ഓർഡിനറി ലീവുള്ള രണ്ടാമത്തെ തരം ലീവ് ഹാഫ് പേ ലീവ്, HPL അഥവാ ഹാഫ് പേ ലീവ്, അർദ്ധ വേതന അവധി എന്ന് പറയും. മൂന്നാമത്തെ തരം ലീവ് വിതൗട്ട് അലവൻസ്, ശൂന്യ വേതന അവധി അഥവാ ശമ്പളം ഇല്ലാത്ത അവധി, ശൂന്യ വേതന അവധി, ലീവ് വിതൗട്ട് അലവൻസ്. ആ പ്രയോഗം കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ചില പ്രശ്നമുള്ളതായിട്ട്. ലീവ് വിത്തൗട്ട് അലവൻസ്, എന്താ വിത്തൗട്ട് അലവൻസ്? അലവൻസ് ഇല്ലാത്ത ലീവാണോ? അല്ല. ലീവ് വിത്തൗട്ട് അലവൻസ് വെച്ചാൽ ശമ്പളം തീരെയില്ല. അലവൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശമ്പളത്തിന്റെ ഭാഗമായിട്ടൊരു പോർഷൻ മാത്രമാണ്. പേ, DA, HRA, CCA, ഹൗസ് റെന്റ് അലവൻസ്, പേ, DA, HRA അഥവാ ഹൗസ് റെന്റ് അലവൻസ് ഒന്നാണ്. CCA, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. വേറൊരു തരം അലവൻസ് ഹില്ലി ട്രാക്റ്റിൽ, മലകളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ, വയനാട്, പത്തനംതിട്ട, ഇടുക്കി പോലുള്ള ഹില്ലി ട്രാക്റ്റിൽ, കുന്നുകളുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേകതരം അലവൻസ് ഉണ്ട്, ഹിൽ ട്രാക്ട് അലവൻസ് അഥവാ HTA. അതായത് ഹൗസ് റെന്റ് അലവൻസ്, CCA, STA മുതലായ അലവൻസ് ഇല്ലാണ്ടുള്ള ലീവ് എന്നല്ല LWയുടെ അർത്ഥം. LWയുടെ അർത്ഥം നമുക്ക് തീരെ ശമ്പളം കിട്ടാത്ത ലീവ് എന്നാണ് അർത്ഥം. ലീവ് വിതൗട്ട് അലവൻസ് അഥവാ LWA എന്ന് പറയുന്ന ശൂന്യ വേതന അവധി. ലീവിനെ രണ്ടായിട്ട് തരം തിരിച്ചു, ഓർഡിനറി ലീവ് എന്നും സ്പെഷ്യൽ ലീവ് എന്നും. ഓർഡിനറി ലീവിനെ മൂന്നായിട്ട് തിരിച്ചു, ഏൺ ലീവ് അഥവാ EL, SPL അഥവാ ഹാഫ് പേ ലീവ്, ലീവ് വിതൗട്ട് അലവൻസ് അഥവാ LWA.
നമുക്ക് എല്ലാവർക്കും സർവീസ് ബുക്ക് ഉണ്ട്. എല്ലാവർക്കും എനിക്കിപ്പോയില്ല, ഞാൻ സർവീസിന് പുറത്തു പോയ ആളാണ്, റിട്ടയർ ചെയ്താണ്. നിങ്ങളെല്ലാം എന്റെ കേൾവിക്കാരെല്ലാം സർവീസ് ബുക്ക് ഉണ്ട്. സർവീസ് ബുക്ക് എന്ന് പറയുന്നത് ഒരു ജീവനക്കാരനെ സംബന്ധിച്ചോളം അവന്റെ ജീവിതമാണ്. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ജീവനക്കാരൻ കൈകാര്യം ചെയ്യുന്ന ഫയലുകൾ ഓരോ ജീവിതമാണ് എന്ന് പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഓഫീസിലെ കെട്ടുറപ്പുള്ള അലമാരയിൽ സൂക്ഷിച്ച പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ചരിത്രം, ഒരു പുതിയ ജീവിത ചരിത്രം, സർവീസ് ചരിത്രം എഴുതപ്പെടുന്ന പുസ്തകമാണ് സർവീസ് രജിസ്റ്റർ അഥവാ സർവീസ് ബുക്ക്. സർവീസ് ബുക്കിന്റെ ആദ്യ പേജുകളിൽ നമ്മളുടെ പേരും അഡ്രസ്സും ഫോട്ടോയും നമ്മുടെ ജാതി, മതം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഗാർഡിയന്റെ പേര്, അങ്ങനെയുള്ള വിവരങ്ങൾ, നമ്മുടെ അടിസ്ഥാന വിവരങ്ങൾ ആദ്യ പേജുകൾ നമ്മുടെ അപ്പോയിന്റ്മെന്റിന്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് ബുക്ക് ഓപ്പൺ ചെയ്തതിന്റെ ഭാഗമായിട്ട് അത് എഴുതപ്പെടും. നിങ്ങൾ എല്ലാവരും സർവീസ് ബുക്ക് ഒരുപക്ഷെ കണ്ടിരിക്കും. എന്നാൽ സർവീസ് ബുക്കിന്റെ ഉൾഭാഗങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പരിശോധിച്ചിരിക്കില്ല. നല്ലൊരു ബന്ധം അതിന്റെ ആവശ്യമില്ല. കാരണം സർവീസ് ബുക്ക് കൊടുക്കുന്നു, അത് സർവീസ് ബുക്കിന്റെ കാര്യം കൈകാര്യം ചെയ്യുന്ന ക്ലർക്ക് അത് കൈകാര്യം ചെയ്തോളും എന്നുള്ളതുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ നമ്മൾ നോക്കാറില്ല. എങ്കിൽ സർവീസ് ബുക്കിന്റെ ഈ ഒന്ന് മറിച്ച് നോക്കുന്നത് ഒന്ന് നല്ലതാണ്, ഒരു റെഫറൻസിന് വേണ്ടി. സർവീസ് ബുക്കിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ മാറ്റേഴ്സ് ആണ്. എന്തൊക്കെയാണ് നമ്മുടെ പേര്, അച്ഛൻ്റെ പേര്, അങ്ങനെയല്ല മലയാളത്തിന്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് അതിനകത്ത്, ബയോഡേറ്റ അതിനകത്ത് ഫസ്റ്റ് പേജിൽ ഉണ്ടാവും. സർവീസ് ബുക്കിന്റെ അവസാന പേജുകളെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. സർവീസ് ബുക്കിന്റെ അവസാന പേജുകൾ ലീവുകൾ എഴുതുവാൻ വേണ്ടിയുള്ള പേജുകളിലായിട്ട് തരംതിരിച്ചിരിക്കുന്നു. 3 തരമായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും, സർവീസ് ബുക്കിന്റെ അവസാന പേജുകളിൽ ആദ്യ ഭാഗത്ത് ഏൺ ലീവിന് വേണ്ടിയുള്ള EL രേഖപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പേജുകളും, രണ്ടാമത്തെ കുറച്ച് പേജുകൾ ഏൺ ലീവിന്റെ പേജുകൾ കഴിഞ്ഞാൽ കുറച്ച് പേജുകൾ, അടുത്ത പേജുകൾ ഹാഫ് പേ ലീവിന് വേണ്ടിയുള്ള പേജുകളും, മൂന്നാമത്തെ ഘട്ടത്തിലായിട്ട് ലീവ് വിത്തൗട്ട് അലവൻസ് രേഖപ്പെടുത്തേണ്ട പേജുകളുമാണ് സർവീസ് ബുക്കിന്റെ അവസാന പേജുകളിൽ കാണാൻ കഴിയുക. നമുക്ക് നമ്മുടേതായുള്ള ഒരു ചെറിയ കാര്യത്തിലേക്ക് കടന്നുകൊണ്ട് സർവീസ് ബുക്കിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും, പ്രത്യേക എല്ലാ ജീവനക്കാരനും അധ്യാപകനും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ബാങ്ക് അക്കൗണ്ടും ലീവുമായിട്ട് നമ്മൾക്ക് കണക്ട് ചെയ്യാം. ഒന്ന് മനസ്സിൽ ഉറച്ചിരിക്കുവാൻ വേണ്ടി മാത്രം. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുവാൻ വേണ്ടി നമ്മളൊരു ഡെപ്പോസിറ്റ് 1000 രൂപ ഡെപ്പോസിറ്റ്, ഉദാഹരണം 1000 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. വേണ്ട ഫോർമാലിറ്റി ഒക്കെ പറഞ്ഞ്, ബാങ്കിന്റെ ഫോർമാലിറ്റി ഒക്കെ പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെടുന്നില്ല, പാലിച്ചുകൊണ്ട് നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് തുറക്കുന്നു, 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ബാങ്ക് അധികാരികൾ നമുക്ക് എന്താ തരിക? ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പാസ്ബുക്ക് വരും. ATM കാർഡ് തരും, വേറെ കാര്യം, അത് അങ്ങനെ ഇരുന്നോട്ടെ. ATM കാർഡിന്റെ കാര്യം നമുക്ക് ഇതിനകത്തേക്ക് വരത്തില്ല. സാധാരണഗതി നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഡെപ്പോസിറ്റിന് ഒരു പാസ്ബുക്ക് വരും. ഡെപ്പോസിറ്റ് 1000 രൂപയാണ്. പാസ്ബുക്കിലും ആ 1000 രൂപ രേഖപ്പെടുത്തും. കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ 3 മാസമോ 6 മാസമോ കഴിയുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത ആ 1000 രൂപയ്ക്ക് 1000 രൂപയായിരിക്കില്ല കാണുക. അതിന് പലിശ ഇനത്തിൽ, ഇൻട്രസ്റ്റ് ഇനത്തിൽ ചില തുകകൾ വന്നുകൂടും. ഒരു 40 രൂപയോ 50 രൂപ, അങ്ങനെ അവരോരോ ബാങ്കിന്റെ പറഞ്ഞിരിക്കുന്ന അവരുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡെപ്പോസിറ്റിന് പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ് എത്രയോ അത് പോസ്റ്റ് ചെയ്യപ്പെടും 6 മാസം 3 മാസമോ കഴിയുമ്പോൾ. അപ്പോൾ 1000 രൂപ 1040 1050 ആയിട്ട് വർദ്ധിക്കും. ഒരു ചെറിയ തുക വർദ്ധിക്കും. ആ വർദ്ധിച്ച തുകയെ നമ്മൾ ഇൻട്രസ്റ്റ് എന്നാണ് പറയുക. അപ്പോ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, പാസ്ബുക്ക് കിട്ടുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ ബാങ്കിലെ ഈ പലിശ, നമ്മുടെ ഡെപ്പോസിറ്റിനോടൊപ്പം പലിശയും കൂടെ കൂട്ടി നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ് വർദ്ധിക്കുന്നു. നമ്മുടെ കാര്യത്തിൽ നമ്മള് സർവീസ് ബുക്ക് സർവീസിൽ പ്രവേശിക്കുന്ന ദിവസം സർവീസ് ബുക്ക് തുറക്കപ്പെടുന്ന സർവീസ് ബുക്കിന് അവസാന പേജുകളിലേക്കാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് വെച്ച് കണക്ട് ചെയ്യുന്നത്.
സർവീസ് ബുക്കിന്റെ അവസാന പേജുകളിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ലീവുകളാണ് ഈ തരം ലീവുകൾ, ഓർഡിനറി ലീവുകൾ എന്ന് പറയുന്ന ലീവുകൾ. ഓർഡിനറി ലീവ് നമ്മുടെ സർവീസ് ബുക്കിന്റെ അവസാന പേജുകളിൽ ഏൺ ലീവിന്റെ പേജുകളിലായിട്ടും ഹാഫ് പേ ലീവിന്റെ പേജുകളായിട്ടും രേഖപ്പെടുത്തുന്നു. ഇതിന്റെ അടിസ്ഥാനം എന്ത്? ഏൺ ലീവോ ഹാഫ് പേ ലീവോ നമ്മുടെ സർവീസ് ബുക്കിന്റെ പ്രത്യേക പേജുകളിൽ, താളുകളിൽ രേഖപ്പെടുത്തുവാനുള്ള അടിസ്ഥാനം എന്ത്? അടിസ്ഥാനം ഇതാണ്. നമ്മുടെ സർവീസാണ് ആ സർവീസ് ബുക്കിലെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ബാങ്കിൽ പണമാണ് ഡെപ്പോസിറ്റ് എങ്കിൽ സർവീസ് ബുക്കിൽ നമ്മുടെ ജീവിതം അല്ലെ സർവീസാണ്, ഓരോ ദിവസത്തെയും സർവീസാണ് ആ സർവീസ് ബുക്കിലെ നമ്മുടെ ഡെപ്പോസിറ്റ്. ബാങ്കിൽ പണമാണ് ഡെപ്പോസിറ്റ് എങ്കിൽ സർവീസ് ബുക്കിൽ നമ്മുടെ ജീവിതമാണ്, നമ്മുടെ സർവീസാണ് ഡെപ്പോസിറ്റ്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണത്തിന് ഇൻട്രസ്റ്റ് ആണ് അതിനകത്ത് പ്രത്യേക കാലങ്ങളായിട്ട് പോസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ സർവീസ് ബുക്കിൽ നമ്മുടെ സർവീസിന് ചെയ്യുന്ന സർവീസിനനുസരിച്ച് ഏൺ ലീവിന്റെയും ഹാഫ് പേ ലീവിന്റെയും പേജുകളിൽ രേഖപ്പെടുത്തുന്ന നമ്മുടെ സർവീസിനുള്ള ഗുണമായിട്ട്, സർവീസിനുള്ള നമുക്ക് കിട്ടേണ്ട ഒരു ലാഭമായിട്ട് രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഏൺ ലീവും ഹാഫ് പേ ലീവും. അത് ഒരു നിശ്ചിത പീരീഡിനനുസരിച്ച് ഏൺ ലീവും ഹാഫ് പേ ലീവും നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ചോദിക്കാണ്ട് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ഏൺ ലീവും നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ സർവീസ് ബുക്കിലേക്ക് എഴുതപ്പെടുന്ന ഏൺ ലീവും ഹാഫ് പേ ലീവും ഒരു പ്രത്യേക തരത്തിലാണ് വന്നു ചേരുന്നത്. ബാങ്ക് അക്കൗണ്ടില് ഇൻട്രസ്റ്റ് വന്നു ചേരുന്നത് ഒരു പ്രത്യേക തരത്തിലാണ്, പ്രത്യേക ഒരു നിശ്ചിത പീരീഡിലാണ്. അതുപോലെ തന്നെ സർവീസ് ബുക്കിലും നമ്മുടെ സർവീസിനനുസരിച്ച് ഏൺ ലീവിന്റെയോ ഹാഫ് പേ ലീവിന്റെയോ പേജുകളിൽ രേഖപ്പെടുത്തുന്നത്, ഈ ലീവുകൾ വന്ന് ചേരുന്നത് ഒരു പ്രത്യേക കാലയളവിലാണ്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാങ്ക് ഡെപ്പോസിറ്റും സർവീസ് ബുക്കും തമ്മിൽ ഏകദേശം താരതമ്യം ചെയ്യുമ്പോൾ അതുപോലെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഓർഡിനറി ലീവ് നമ്മൾ 3 തരംതിരിച്ചു. ഏൺ ലീവ്, ഹാഫ് പേ ലീവ്, ലീവ് വിതൗട്ട് അലവൻസ്. ഓർഡിനറി ലീവാണ്. ഈ 3 തരം ലീവുകളും ഓർഡിനറി ലീവുകളാണ്. ഓർഡിനറി ലീവിലെ ഫസ്റ്റ് പാർട്ട് ഓഫ് ലീവ് ഏൺ ലീവ് അഥവാ EL എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്? ഏൺ ലീവിന്റെയും ഹാഫ് പേ ലീവിന്റെയും കാൽക്കുലേഷൻ നമ്മുടെ KSRന്റെ PSC നടത്തുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ 20, 24, 25 മാർക്കിന് വരെ ലീവിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ലീവിന്റെ കാര്യം പഠിച്ചു കഴിയുന്നതോടുകൂടി നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, നമ്മളുടെ വിജയത്തിലേക്കുള്ള പടി കൂടുതൽ മുന്നോട്ടാകും. ഒരു 26, 27 മാർക്ക് നമുക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന കാര്യങ്ങളിലേക്ക് ഈ 1-2 മണിക്കൂർ കൊണ്ടുള്ള ലീവിന്റെ പോർഷനിൽ നമുക്ക് ലഭ്യമാകും. ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്ന ഉറപ്പ്. ആ ഉറപ്പ് പാലിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം. എങ്ങനെയാ ശ്രദ്ധ ചെലുത്തേണ്ടത്? ഒരൊറ്റ ക്ലാസ് പോലും മിസ് ചെയ്യും. നമ്മൾ ഇവിടെ എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങളൊന്ന് റഫർ ചെയ്യണം. എഴുതി വെക്കുന്ന കാര്യങ്ങൾ ഒന്ന് റഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതേ സംബന്ധിച്ച്, ലീവിനെ സംബന്ധിച്ച്, ഇവിടെ എടുക്കുന്ന ഏതെങ്കിലും പോർഷനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ, അത് വളരെ ചെറുതായിക്കോട്ടെ, നിങ്ങൾക്ക് ചോദിക്കാം. ഞങ്ങളുടെ അഡ്രസ്സിലൂടെ, ഞങ്ങളുടെ മെയിലിലൂടെ, ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സംശയങ്ങൾ തരാം. സംശയങ്ങൾ ചോദിക്കുന്ന ഒരു പാതകവുമല്ല. സംശയങ്ങൾ ചോദിച്ച് ഒരു ഓപ്പൺ ക്ലാസ്സിലായിരുന്നെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ. ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഏകദേശം 350-400 പേരോളം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് അവർ കണക്ക് നോക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു ക്ലാസ്സിലായിരുന്നു ഇതെന്ന് കേൾക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്ന ഒരു ചോദ്യം, അതിനൊരു ഉത്തരമാകുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു മാർക്ക് ദാനം കിട്ടുകയാണ്. അങ്ങനെ ഒരു പരിമിതി ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതില്ല. എങ്കിലും നിങ്ങളുടേതായ സംശയങ്ങൾ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ നമുക്ക് ചില സംശയങ്ങളോ അതെന്തോ ഞാനിങ്ങനെ ഒരു പൊട്ടത്തരം ചോദിക്കണം, അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്തോ കുറെ അറിയാവുന്ന ആളും നിങ്ങളെന്നും ഒന്നും അറിയാത്ത ഒരാളാണ് എന്നുള്ളൊരു ചിന്തയെ വേണ്ട.
പഠനത്തിന്റെ ആവശ്യത്തിന് നമുക്ക് എത്രയും താഴോട്ട് പോകാം. കാരണം ഒരുപാട് മുകളിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് താഴോട്ട് പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ സംശയങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് ഞങ്ങൾക്ക് തരിക. സംശയ നിവാരണം വരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓർഡിനറി ലീവിന്റെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ലീവ് ഓൺ ലീവ്. ഏൺ ലീവ് രേഖപ്പെടുത്തുവാൻ സർവീസ് ബുക്കിൽ പ്രത്യേക പേജുകളുണ്ട്. പറഞ്ഞു കഴിഞ്ഞു. ഏൺ ലീവ് എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് സർവീസ് ബുക്കിലേക്ക് രേഖപ്പെടുത്തേണ്ട രീതി ഏതാണ്? ഇനി മുതലാണ് ഇതുവരെ പറഞ്ഞത് പരീക്ഷയുടെ ഭാഗമായിട്ടൊന്നും വരുന്നതായിട്ട് കണ്ടില്ല. വരാൻ പോകുന്നത് വരാം. ഓർഡിനറി ലീവ് ഏത് തരം എന്നൊക്കെ വരാൻ തരം വന്നിട്ടുണ്ട് കേട്ടോ. ഓർഡിനറി ലീവ് ഏതെല്ലാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സ്പെഷ്യൽ ലീവും ഓർഡിനറി ലീവും എല്ലാം കൂടെ പഠിച്ചിട്ട് ഈ ലീവുകളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞ് 660 670 അല്ലെങ്കിൽ 700ഓളം ലീവുകൾ നമ്മുടെ മനസ്സിൽ കിടന്നിങ്ങനെ ഉരുണ്ടിട്ട് അവസാനം ഇതെല്ലാം വലിയ കുഴപ്പത്തിലേക്ക് പോകുമോ എന്നുള്ള പേടിയേ വേണ്ട. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചേർന്ന് ചോദിക്കുകയും ചെയ്യും. ആ കൺഫ്യൂഷൻ ഒക്കെ തീർത്തോടെ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകാം. ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഏൺ ലീവും ഓർഡിനറി ലീവും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു പ്രത്യേക പീരീഡിൽ വന്നു ചേരുന്നതാണ്. പ്രത്യേക രീതിയിൽ അക്രൂ ചെയ്യുന്നതാണ്. അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ലീവിന്റെ പ്രത്യേക പേജുകൾ സർവീസ് ബുക്കിലെ പ്രത്യേക പേജുകളിൽ രേഖപ്പെടുത്തുന്നതാണ്. എങ്ങനെയാണ്, ഏത് തരത്തിലാണ് ഈ ഏൺ ലീവും അഥവാ ഇയൽ അല്ലെങ്കിൽ ആർജിതാവധി, ഹാഫ് പേ ലീവ് അഥവാ അർദ്ധവേതന അവധി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്നും കൂടെ ആ ലീവിന്റെ പോർഷൻ, ആ സ്ട്രക്ചർ മുഴുവൻ പറഞ്ഞിട്ട് ഇതിലേക്ക് ഒന്നുകൂടെ കിടക്കാം. ലീവിനെ രണ്ടായിട്ട് തരംതിരിച്ചു എന്ന് പറഞ്ഞു. ഓർഡിനറി ലീവും സ്പെഷ്യൽ ലീവും. ഓർഡിനറി ലീവിനെ നമ്മൾ മൂന്നായിട്ട് എഴുതിയെടുക്കണം. ലീവിനെ രണ്ടായിട്ട് തരംതിരിച്ചു. ഓർഡിനറി ലീവും സ്പെഷ്യൽ ലീവും. ഓർഡിനറി ലീവിനെ മൂന്നായിട്ട് നമ്മൾ തരംതിരിക്കുന്നു. ഓർഡിനറി ലീവിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. ഏൺ ലീവ് അഥവാ ആർജിതാവധി, ഷോർട്ട് ഫോമിൽ ഇഎൽ. രണ്ടാമത്തെ തരം ഓർഡിനറി ലീവ് ഹാഫ് പേ ലീവ് അല്ലെങ്കിൽ ആർജിതാവധി, ഷോർട്ട് ആയിട്ട് പറയുമ്പോൾ HPL. മൂന്നാമത്തെ തരം ഓർഡിനറി ലീവ് ലീവ് വിത്തൗട്ട് അലവൻസ് അഥവാ ശൂന്യ വേതന അവധി, ഷോർട്ടായിട്ട് LWA. ഈ ബോർഡിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് തരം തിരിച്ച് ഒരു സ്ട്രക്ചറാണ്. ഓർഡിനറി ലീവിലെ രണ്ടാമത്തെ തരം ലീവായ ഹാഫ് പേ ലീവിനെ ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തരംതിരിക്കാം. ഓർഡിനറി ലീവിലുള്ള രണ്ടാമത്തെ തരം ലീവായ സെക്കൻഡ് പോർഷൻ ലീവായിട്ടുള്ള അർദ്ധവേതന അവധി അഥവാ ഹാഫ് പേ ലീവ് അഥവാ HPLനെ ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പേരുകളിൽ നമ്മൾ വിളിക്കുന്നു. മൂന്ന് തരത്തിൽ അതിനെ ഉപയോഗിക്കുന്നു. ആ മൂന്ന് തരങ്ങൾ ഇവയ്ക്കാണ്. ഏതൊക്കെയാണ് ഹാഫ് പേ ലീവിന്റെ തരംതിരിവുകൾ, വേർതിരിവുകൾ? ഇതാണ് അർദ്ധവേതന അവധിയുടെ വേർതിരിവുകൾ. മൂന്നെണ്ണമാണ്, മൂന്ന് തരങ്ങളാണ്. ഒന്ന് ഹാഫ് പേ ലീവ് എന്ന് തന്നെ വിളിക്കപ്പെടുന്ന HPL. അതിന്റെ ഉള്ളടക്കങ്ങളിലേക്ക് നമുക്ക് പോകാം. HPL അർദ്ധവേതന അവധി കേൾക്കുമ്പോഴേ അറിയാം എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. അർദ്ധവേതനം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശമ്പളത്തിന് എന്തോ പരിക്ക് പറ്റും എന്ന് ഉറപ്പാ. അതുകൊണ്ടാണ് അർദ്ധവേതന അവധി. അങ്ങനെ വല്ലാണ്ട് കുഴപ്പമൊന്നും പറ്റാത്ത രീതിയിലൊക്കെ നമുക്ക് ശമ്പളം മേടിക്കാനുള്ള ചില വിദ്യകളൊക്കെ അതിനകത്തുണ്ട്. അതിലൊക്കെ നമുക്ക് അവിടെ പോവാം. അർദ്ധവേതന അവധിയെ മൂന്നായിട്ട് തരംതിരിക്കുന്നു ഉപയോഗിക്കുന്നിടത്ത്. ഒന്ന് അർദ്ധവേതന അവധി എന്ന തരത്തിൽ തന്നെ. രണ്ടാമത്തെ തരം അർദ്ധവേതന അവധി, രണ്ടാമത്തെ ഒരു രൂപം, അതിന്റെ രൂപമാറ്റം അല്ലെങ്കിൽ രൂപാന്തരം കമ്മ്യൂട്ടഡ് ലീവ് അഥവാ CML, കമ്മ്യൂട്ടഡ് ലീവ്. ചേർത്തെടുക്കുക. ഹാഫ് പേ ലീവിനെ ഒരുമിച്ചെടുക്കുമ്പോൾ അതിനെ നമ്മൾ കമ്മ്യൂട്ടഡ് ലീവ് എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ വകഭേദം, ഹാഫ് പേ ലീവിന്റെ മൂന്നാമത്തെ വകഭേദം. ഏതാ മൂന്നാമത്തെ വകഭേദം? ലീവ് നോട്ട് ഡ്യൂ. ലീവ് എന്ന് പറയുന്നതിനെ L എന്നും, നോട്ട് എന്നതിനെ N എന്നും, ഡ്യൂ എന്നതിനെ D എന്നും, ലീവ് നോട്ട് ഡ്യൂ അഥവാ LND എന്നും നമ്മൾ ഹാഫ് പേ ലീവിന്റെ മൂന്നാമത്തെ വകഭേദത്തെ വിളിക്കുന്നു. ഒരു തരം ലീവും നമ്മുടെ കയ്യിലില്ല, അക്കൗണ്ടിലില്ല.
ഒരു തരം ലീവും നമ്മുടെ അക്കൗണ്ടിൽ ഇല്ലാത്തപ്പോൾ നമുക്ക് ലീവ് ആവശ്യം വരുമ്പോൾ എടുക്കാൻ അനുവദിക്കാൻ കഴിയുന്ന ലീവാണ് ലീവ് നോട്ട് ഡ്യൂ. അതും എന്തെന്നിലേക്ക് നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ലീവ് നോട്ട് ഡ്യൂവിൽ. LND ആദ്യ ഭാഗത്തേക്ക് പിന്നെയും കടക്കും. ഓർഡിനറി ലീവിന്റെ ആദ്യ തരം ലീവ് പറഞ്ഞു, ഏൺ ലീവ് അഥവാ ആർജിതാവധി. ഏൺ ലീവും ആപ്പ് ലീവും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പ്രത്യേക കാലത്തിനനുസരിച്ച് പ്രത്യേക പീരീഡിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ലീവുകൾ രണ്ടെണ്ണമാണ്. അത് ഈ 3 ഓർഡിനറി ലീവ് നമ്മുടെ സർവീസ് ബുക്കിന്റെ പ്രത്യേക പേജുകളിൽ എഴുതപ്പെടേണ്ടതുമാണ്. എടുക്കുന്നതനുസരിച്ചോ വർഷത്തിനനുസരിച്ചോ എഴുതപ്പെടേണ്ടതാണ്. അതിൽ ആദ്യത്തെ തരം ആർജിതാവധി അഥവാ EL, ഏൺഡ് ലീവ്. ഏൺ ചെയ്യപ്പെടുന്നത്, അക്രൂ ചെയ്യപ്പെടുന്നത്, അക്കൗണ്ടിലേക്ക് വന്നു ചേരപ്പെടുന്നത് എന്ന ലീവുകളാണ്. ലീവിൽ ഒരു തരമാണ് ഏൺ ലീവ്. അതെങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോ വന്ന് ചേരുന്നത്? സർവീസിന്റെ ഭാഗമായിട്ട് സർവീസ് ലെങ്തിനനുസരിച്ച് ഈ ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചോദിക്കൊന്നും വേണ്ട, നമ്മൾ സർവീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഏൺ ലീവ് വരുന്നത് ഒരു പ്രത്യേക സീക്വൻസിലാണ്, പ്രത്യേക തരത്തിലാണ്, പ്രത്യേക രീതിയിലാണ്. ഏൺ ലീവ് ഏത് രീതിയിലാണ്, ഏത് തരത്തിലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക? ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. പരീക്ഷയുടെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് വരുന്ന ഒരു ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഒരു പ്രത്യേക തരത്തിലാണ്. നമുക്കറിയാം, നമ്മൾ സർവീസ് പ്രവേശിക്കുന്നത് മുതൽ റിട്ടയർമെന്റ് വരെ ഇങ്ങനെ ഒരു സർവീസ് കടയിലേക്ക് ഇങ്ങനെ സർവീസിന്റെ കാലത്തേക്ക് ഏൺ ലീവ് വരും. എന്നാൽ തുടക്കം മുതൽ അവസാനം വരെ ഏൺ ലീവ് ഒരേ തരത്തിലാണോ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നും ആണ് എന്നും പറയാം, ഉണ്ടെന്നും ഇല്ല എന്നും പറയാം. അതെന്താ? ഉണ്ട് ഇല്ല, ഉണ്ടില്ല, രണ്ടും വരാം. ഏൺ ലീവ് ഒരേ തരത്തിൽ തുടക്കം മുതൽ അവസാനം വരെയും ഒരേ തരത്തിലല്ലാതെ 2 തരത്തിൽ ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയുണ്ട്. അതെങ്ങനെയാണ് ആ 2 രീതി വരാൻ കാരണമെന്ന് അത് പ്രത്യേക ആർക്കൊക്കെയാണ് അങ്ങനെ ശ്രദ്ധിക്കുക. ഏൺ ലീവ് സർവീസിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരേ തരത്തിൽ വരുന്ന പ്രത്യേക തരം ജീവനക്കാരുണ്ട്. അവരെ സ്ഥിരം ജീവനക്കാർ അഥവാ പെർമനന്റ് ജീവനക്കാർ അഥവാ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലുള്ള ആൾക്കാരെന്ന് വിളിക്കും. ഒരു സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലുള്ള, ഒരു പെർമനന്റ് പോസ്റ്റിലുള്ള, അല്ലെങ്കിൽ ഒരു സ്ഥിരം പോസ്റ്റിൽ നിയോഗിക്കപ്പെടുന്ന ജീവനക്കാരന്റെ തുടക്കം മുതൽ, സർവീസിന്റെ തുടക്കം മുതൽ അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്ന ഏൺ ലീവിന്റെ കണക്ക് ഒരേ തരത്തിലായിരിക്കും, തുടക്കം മുതൽ അവസാനം വരെ. എങ്ങനെയാണ് ആ തരം? നമുക്ക് പല വർഷങ്ങളെ പറ്റി അറിയാം. അത് ഏതൊക്കെയാ വർഷങ്ങള്? കലണ്ടർ ഇയർ. 1/1 തുടങ്ങി 31/12 തീരുന്ന കലണ്ടർ ഇയർ. 1/1 തുടങ്ങി 31/12 തീരുന്ന കലണ്ടർ ഇയർ. 1/4 തുടങ്ങി 31/3 തീരുന്ന ഫിനാൻഷ്യൽ ഇയർ. 1/6 തുടങ്ങി 31/3 തീരുന്ന ഒരു എഡ്യൂക്കേഷൻ ഇയർ. 4മതൊരു തരം ഇയർ കൂടെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമുക്ക് വേണ്ടി മാത്രം സർവീസിൽ വരുന്ന ജീവനക്കാരനോ ജീവനക്കാരിക്കോ അധ്യാപകനോ വേണ്ടി മാത്രമുള്ള ഒരു വർഷമുണ്ട്. അതേതാ വർഷം? അതിനെ നമുക്ക് സർവീസ് ഇയർ എന്ന് വിളിക്കാം. പല ജീവനക്കാർക്കും പല തരത്തിലായിരിക്കും സർവീസ് ഇയറുകൾ. നേരത്തെ പറഞ്ഞ 3 വർഷങ്ങൾ, അത് കലണ്ടർ ഇയർ ആകട്ടെ, ഫിനാൻഷ്യൽ ഇയർ ആകട്ടെ, ധനകാര്യ വർഷമാകട്ടെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ വർഷമാകട്ടെ, എല്ലാവർക്കും ഒരുപോലെയാണ്. അത് ജീവനക്കാരെന്നോ ജീവനക്കാരിന്നോ അധ്യാപകനെന്നോ അധ്യാപകനല്ലാത്ത അത് ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. എന്നാൽ ഒരു സർവീസ് ഇയർ എന്ന് പറയുന്നത് ഓരോ ജീവനക്കാരനും ഓരോ തരത്തിലാകാം, എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരുപോലെ ആകാത്തത്? ഞാൻ സർവീസിൽ വരുന്നത് 2/3/2001 ഇരിക്കട്ടെ. ഞാൻ സർവീസിൽ വരുന്നത് 2/3/2001.
2001 മാർച്ച് മാസം 2-ാം തീയതി സർവീസിൽ പ്രവേശിക്കുന്ന എന്റെ ഒരു വർഷത്തെ ഒരു സർവീസ് ഇയർ പൂർത്തിയാകുന്നത് എന്നാണ്. ഒന്ന് എഴുതി വെക്കുക. 2-3-2001 FN. FN ആണ് നമ്മൾ തുടക്കം. അത് പറഞ്ഞു, സർവീസിന്റെ തുടക്കം എപ്പോഴും നമ്മുടെ ജീവനക്കാരന്റെ സർവീസിൽ FN AN എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ടതെന്ന് ഞാൻ അതും പറഞ്ഞു കഴിഞ്ഞാണ്. ഒരു ദിവസത്തിന്റെ FN-ൽ പൂർവാന്നത്തിൽ ജോയിൻ ചെയ്യുന്നതും അപരാഹ്നത്തിൽ സർവീസിൽ പ്രവേശിക്കുന്നതും രണ്ടും രണ്ട് തരമാണ്. പൂർവാന്നത്തിൽ സർവീസിൽ പ്രവേശിക്കുന്ന ആളുടെ സർവീസ് അന്നു മുതൽ തുടങ്ങുന്നു. ശമ്പളവും അയാളുടെ ടോട്ടൽ ലെങ്ത് ഓഫ് സർവീസും എല്ലാം അന്നു മുതൽ തുടങ്ങുന്നു. എന്നാൽ അപരാഹ്നത്തിൽ AN-ലാണ് ഒരാൾ സർവീസിൽ പ്രവേശിക്കുന്നതെങ്കിൽ അയാളുടെ സർവീസിന്റെ ഒരു കാര്യവും അന്ന് തുടങ്ങില്ല, അടുത്ത ദിവസം മുതലേ തുടങ്ങുകയുള്ളൂ. 2-3-2001 FN ആണ് സർവീസ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ സർവീസിൽ പ്രവേശിക്കുന്നെങ്കിൽ 2-3-2001 പൂർവാന്നത്തിൽ ആണ് നമ്മൾ സർവീസിൽ പ്രവേശിക്കുന്നെങ്കിൽ നമ്മുടെ സർവീസ് 2-3-2001 തന്നെ തുടങ്ങുന്നു. നമുക്ക് ശമ്പളവും 2-ാം തീയതി 2-3 മുതൽ തന്നെ എഴുതുന്നു. നമ്മുടെ ടോട്ടൽ ലെങ്ത് ഓഫ് സർവീസും 2-3-2001 തന്നെ ആയിരിക്കും. എന്നാൽ ഞാൻ സർവീസിൽ പ്രവേശിച്ചത് പൂർവാന്നത്തിന് പകരം അപരാഹ്നത്തിലാണ് എങ്കിൽ, FN പകരം AN-ലാണ് ഞാൻ സർവീസിൽ പ്രവേശിച്ചെങ്കിൽ 2-3-2001 എന്ന് പറയുന്ന ആ ദിവസം എനിക്ക് എന്റെ സർവീസിൽ ഉണ്ടാകില്ല. എന്റെ സർവീസ് യഥാർത്ഥത്തിൽ തുടങ്ങുക 3-3-2001 അതുമുതൽ മാത്രമേ എനിക്ക് ശമ്പളം കിട്ടുകയുള്ളൂ. അതുമുതൽ മാത്രമേ എന്റെ സർവീസ് തുടങ്ങുകയുള്ളൂ. ടോട്ടൽ ലെങ്ത് ഓഫ് സർവീസ് അതുമുതൽ എന്റെ കൂട്ടുകയുള്ളൂ. ഒരു ദിവസം നമുക്ക് ആ FN AN പ്രയോഗം കൊണ്ട് പ്രവേശനത്തിന്റെ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടും. ആ നഷ്ടം ഒരുപക്ഷെ ഭാവിയിൽ ഉണ്ടാകുന്ന വലിയൊരു നഷ്ടത്തിലേക്ക് പോകാം. നിങ്ങൾ പെൻഷനെ പറ്റി സംബന്ധിച്ച് പഠിക്കുമ്പോൾ ആ പെൻഷന്റെ ഭാഗമായിട്ടുള്ള ടോട്ടൽ ലെങ്ത് ഓഫ് സർവീസ് കണക്കുകൂട്ടുമ്പോൾ നമുക്ക് ഈ ഒരു ദിവസത്തിന്റെ വ്യത്യാസം വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാം. പെൻഷന് മാത്രമല്ല, നമുക്ക് നമ്മുടെ സർവീസിന്റെ ഭാഗമായിട്ട് പേ റിവിഷൻ, ശമ്പള പരിഷ്കരണങ്ങൾ വരാം. ശമ്പള പരിഷ്കരണങ്ങൾ വരുമ്പോൾ നമ്മുടെ ശമ്പളം പരിഷ്കരിച്ച് ശമ്പളം നിർണയിക്കുമ്പോൾ ഒരു ദിവസത്തെ വ്യത്യാസം ചിലപ്പോൾ ഒരു വർഷത്തിന്റെ ആനുകൂല്യം നഷ്ടപ്പെടും. ആ ഒരു വർഷത്തിന്റെ നഷ്ടം ചിലപ്പോൾ നമുക്കൊരു ഇൻക്രിമെന്റിന്റെ നഷ്ടമായി വരാം. ആ ഒരു വർഷത്തിന്റെ നഷ്ടം പെൻഷൻ കാൽക്കുലേഷനിൽ നമുക്ക് പകുതി പെൻഷൻ കിട്ടുന്നത്, ഫുൾ പെൻഷൻ കിട്ടുന്നത് ഇല്ലാണ്ടാകാം. അങ്ങനെ പല പല നഷ്ടങ്ങൾ നമുക്ക് ഒരു ദിവസം കൊണ്ടുണ്ടാകാം. ആ നഷ്ടങ്ങൾ ഉണ്ടാകാണ്ട് സർവീസിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് പ്രധാന കാര്യം. നമ്മുടെ സർവീസിന്റെ ഭാഗമായിട്ട് നമുക്ക് പല ശമ്പള പരിഷ്കരണങ്ങൾ ഓരോ 5 വർഷം കൂടുമ്പോൾ ശമ്പളം പരിഷ്കരിക്കുന്നത്, അതിനെപ്പറ്റി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫിക്സേഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അത് പറയാം. അങ്ങനെ FN AN എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പറയാൻ കാരണം 2-3-2001 ഞാൻ FN ഞാൻ സർവീസിൽ പ്രവേശിച്ചപ്പോൾ എന്നാണ് എന്റെ ഒരു വർഷം, ഒരു സർവീസ് ഇയർ പൂർത്തിയാകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു FN-ൽ തുടങ്ങി ഒരു AN-ൽ അവസാനിക്കുന്നതാണ്. ഒരു ദിവസം, ഒരു മാസം, ഒരു വർഷം എല്ലാം ഒരു FN-ൽ തുടങ്ങി ഒരു AN-ൽ അവസാനിക്കണം. എന്റെ സർവീസ് വർഷം തുടങ്ങുന്നത് 2-3-2001 ആണെങ്കിൽ, FN ആണെങ്കിൽ ആദ്യത്തെ സർവീസ് വർഷം, ആദ്യ സർവീസ് ഇയർ കണക്കുകൂട്ടുമ്പോൾ 2-3-2001 FN മുതൽ 1-3-2002 AN ആണ് എന്റെ ഒരു സർവീസ് വർഷം. മനസ്സിലായോ? 2-3-2001 FN എഴുതുക. തീരുന്ന അതിന്റെ അടുത്തായിട്ട് എഴുതുന്നത് 1-3-2002 രണ്ടും അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 365 ദിവസത്തേക്ക് കിട്ടും, അല്ലെ 366 ദിവസത്തേക്ക് കിട്ടും. 365 ദിവസവും 366 കയറും സർവീസിൽ വരുന്നതനുസരിച്ച്
ഈ സർവീസ് വർഷം ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. നമ്മൾ ഓരോരുത്തരും സർവീസിൽ പ്രവേശിക്കുന്ന പല രീതിയിലായിരിക്കും. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് അതിന്റെ കടലാസുകൾ ശരിയാ, അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട പല പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ശരിയാക്കണം. അതെല്ലാം സംഘടിപ്പിച്ച് നമ്മൾ ഓഫീസിൽ ചെല്ലും. ചിലപ്പോൾ ഇതിന് അമൂല്യമായിട്ട് ചിലവ് ചെയ്യും. എന്താ, എല്ലാം അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി, പോസ്റ്റ്മാൻ ഏതോ സമയത്ത് അയാളുടെ വഴിക്കനുസരിച്ച് കൊണ്ടുവന്നു, അത് മേടിച്ച് നമ്മൾ വീട്ടിൽ വെച്ചു, അത് തുറന്നിട്ട് അതിനകത്ത് വേണ്ട രേഖകൾ പറയും. ആ രേഖകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കും. ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും, നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും, ബന്ധപ്പെട്ട നമ്മുടെ എല്ലാ ഇതിനു വേണ്ടി വരുന്ന എല്ലാ യഥാർത്ഥ രേഖകൾ, നമ്മുടെ SSLC മുതലുള്ള നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ തെളിയിക്കുന്ന യഥാർത്ഥ രേഖകൾ, ഇതെല്ലാം സംഘടിപ്പിച്ച് ഒരു ഫയലാക്കി ആയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോവുക. എല്ലാവരും അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയ ഉടനെ ഇതെല്ലാം മുൻകൂർ തയ്യാറാക്കി വെക്കുന്നവരായിരിക്കില്ല. വന്നതിന് ശേഷം തയ്യാറാക്കി വെച്ചിട്ടാ പോവുക. ഇതെല്ലാം തയ്യാറാക്കിയിട്ടും നമ്മളിൽ ചിലരെങ്കിലും ഒന്നും കൂടി ചെയ്യും. എന്താ ചെയ്യുക? ഒരു കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ അതിശയം തോന്നി. ഒരു 2 മാസം, ഒരു ഏകദേശം 6-7 മാസം മുമ്പ് ഒരു കുട്ടി ജോയിൻ ചെയ്യാൻ വന്നത്. ഞാൻ സർവീസിന് വിരമിക്കുന്നതിന് തൊട്ട് മുമ്പ്. ശരിക്കും എനിക്ക് വലിയ സന്തോഷം തോന്നി. ഒരു പെൺകുട്ടിയാ, 22-23 വയസ്സുള്ളൂ. അവളെ 2ാമത്തെ പരീക്ഷ ആണ് എഴുതിയത്. ഒരു ദിവസം ഓഫീസിൽ വന്നു, ഒരു കുട്ടി വന്നിട്ട് ഒരു ഫയലൊക്കെ ഉണ്ട്, വന്നിട്ട് എന്താ ജോയിൻ ചെയ്യാം. അപ്പൊ നേരത്തെ ഇവിടെ ഇന്റിമേഷൻ ഒക്കെ വന്ന ജോയിൻ ചെയ്യാൻ ആരുമില്ല, ഒറ്റക്ക്. അങ്ങനെ വേണം പെൺകുട്ടികൾ. സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിയാലും ആൺകുട്ടിയാലും ജോയിൻ ചെയ്യാൻ വരുമ്പോഴത്തേക്കും കൂട്ടത്തിൽ കുറച്ച് പേരൊക്കെ ഇല്ല, 1-2 പേര്. അവര് സന്തോഷത്തിലായിരിക്കാം. പക്ഷെ എനിക്ക് എന്റെ സർവീസിൽ ഇതുവരെ 10-28 വർഷത്തെ സർവീസിൽ ഇങ്ങനെ ഒരു സർവീസ് പ്രവേശനം ഞാൻ കണ്ടില്ല. വളരെ ഒറ്റക്ക് ആരുമില്ലാണ്ട് വന്നു സർവീസിൽ പ്രവേശിച്ചു. ശരിക്ക് കാരണം സ്വയം പര്യാപ്തതയുടെ ഒരു ഭാഗമാണ്. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ജോയിൻ ചെയ്യാൻ വരുന്നത് ഇതൊന്നുമല്ലാണ്ട് ചിലരുടെ അടുത്ത് പോയിട്ട് ഉപദേശങ്ങൾ നേടി ഇന്ന ദിവസം ഇത്ര മണിക്ക് സർവീസിൽ പ്രവേശിക്കണം, എന്നാലേ നിങ്ങൾക്ക് മുകളോട്ട് പോകാൻ ഗുണകരമായിട്ട്. നമുക്കറിയാം, കൊറോണയുടെ ഭാഗമായിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കില്ല, അതിലേക്കൊന്നും പോണ്ട. സർവീസ് വർഷം എന്ന് പറയുന്നത് നമുക്ക് മാത്രമുള്ള ഒരു വർഷമാണ് സർവീസ് വർഷം എന്നത്. അങ്ങനെ ഒരു സർവീസ് വർഷം എന്ന് പറയുന്നത് ഏൺ ലീവുമായിട്ടും ആഫ്റ്റർ ലീവുമായിട്ടും നമ്മൾ കണക്ട് ചെയ്യാൻ പോകാം. ഏൺ ലീവ് സർവീസ് വർഷത്തിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അതെങ്ങനെയാണ് എന്നും പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. പല തരത്തിലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഏൺ ലീവ് വരിക. ഏൺ ലീവിന്റെ കാൽക്കുലേഷന്, ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതിന് ഒരു പ്രത്യേക തരത്തിലുള്ള തോതിലുള്ള കണക്കുകളൊക്കെ ചെയ്തുകൊണ്ട്, കണക്ക് കൂട്ടിക്കൊണ്ട് വേണം നമുക്ക് അക്കൗണ്ടിലേക്ക് വരുത്താൻ. അങ്ങനെ അക്കൗണ്ടിലേക്ക് വരുന്ന ഏൺ ലീവ് 2 തരം ജീവനക്കാർക്ക് 2 തരത്തിലാണ് അക്കൗണ്ടിലേക്ക് വരിക. ഏതാണ് ഈ 2 തരം ജീവനക്കാർ? ഒന്ന് സ്ഥിരം ജീവനക്കാർ അഥവാ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലുള്ള ജീവനക്കാർ, പെർമനന്റ് പോസ്റ്റുള്ള ജീവനക്കാർ. മറ്റൊന്ന് ഒഫീഷ്യേറ്റിംഗ് ഓർ ടെമ്പററി പോസ്റ്റുള്ള ജീവനക്കാർ. സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലുള്ള, പെർമനന്റ് പോസ്റ്റിലുള്ള ജീവനക്കാരൻ സർവീസിൽ പ്രവേശിക്കുന്നത് സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലാണെങ്കിൽ, അല്ലെങ്കിൽ പെർമനന്റ് പോസ്റ്റിലാണെങ്കിൽ, സ്ഥിരം പോസ്റ്റിലേക്കാണെങ്കിൽ അവന്റെ ഏൺ ലീവ് ആദ്യത്തെ വർഷം മുതൽ തന്നെ 11-1 എന്ന തോതിൽ അക്കൗണ്ടിലേക്ക് വരും. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, സ്ഥിരം ജീവനക്കാരൻ സർവീസിൽ പ്രവേശിക്കുന്നത് സ്ഥിരം പോസ്റ്റിലേക്കാണെങ്കിൽ അയാൾ സ്ഥിരം ജീവനക്കാരനാണ്. അങ്ങനെയുള്ള സ്ഥിരം ജീവനക്കാരന്റെ ഏൺ ലീവ് കാൽക്കുലേഷൻ, ഏൺ ലീവ് കണക്ക് കൂട്ടുന്നത് ആദ്യ വർഷത്തെ സർവീസിന് മുതൽ അവസാന ദിവസത്തെ സർവീസ് വരെ 11 ദിവസത്തിന് 1 എന്നുള്ള രീതിയിൽ അയാളുടെ അക്കൗണ്ടിലേക്ക് ഏൺ ലീവിങ്ങിനെ പോസ്റ്റ് ചെയ്യപ്പെടും. സർവീസിന്റെ തുടക്കത്തിൽ മുതൽ അവസാനം വരെ 11 ദിവസത്തിന് ഒരു ഏൺ ലീവ് എന്ന രീതിയിൽ 1/11 എന്ന് പറയുന്ന പോർഷനിൽ, 1/11 എന്ന് പറയുന്ന ഇക്വേഷനിൽ, 1/11 എന്ന സീക്വൻസിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക്, പെർമനന്റ് പോസ്റ്റിലേക്ക്, സ്ഥിരം പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടുന്ന ഒരു ജീവനക്കാരന്റെ അക്കൗണ്ടിലേക്ക് 1/11
11 ദിവസത്തിന് 1 എന്നുള്ള രീതിയിൽ ഏൺ ലീവ് അയാളുടെ അക്കൗണ്ടിലേക്ക് വരും. ഏൺ ലീവിന്റെ പേജുകളിലേക്ക് അത് പോസ്റ്റ് ചെയ്യപ്പെടുത്താം. എല്ലാ ദിവസവും എടുത്തിട്ട് ഏൺ ലീവിന്റെ അക്കൗണ്ട് ഒന്നും പരിശോധിച്ചിട്ട് എഴുതാറില്ല. അത് പ്രത്യേക സമയങ്ങളിലാണ് നമ്മൾ രേഖപ്പെടുത്തുക. ഒരു വർഷം ഫിനാൻഷ്യൽ ഇയറിനോ അല്ലെങ്കിൽ കലണ്ടർ ഇയറിനോ അല്ലെങ്കിൽ സർവീസ് പൂർത്തിയാക്കിയെന്നോ അല്ലെങ്കിൽ ഏൺ ലീവായിട്ടുള്ള ലീവ് എടുക്കുമ്പോഴോ ഈ ലീവിന്റെ ഈ എങ്ങനെയല്ല ഏൺ ലീവ് ഉപയോഗിക്കാമെന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അതിനെപ്പറ്റി പറയാം. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ആ സമയം വെച്ച് ക്ലിയർ കട്ടാണ്. അതിനകത്ത് യാതൊരു സംശയ ലേശമന്യേ നമുക്ക് അവിടെ വ്യക്തമാക്കാൻ കഴിയും. നിങ്ങളുടെ എല്ലാം മനസ്സിൽ ഉറക്കുകയും ചെയ്യും. ഏൺ ലീവ് സ്ഥിരം പോസ്റ്റിലേക്കുള്ള ഒരു ജീവനക്കാരനെങ്കിൽ ആദ്യ ദിവസം മുതൽ അയാളുടെ റിട്ടയർമെന്റ് വരെ 11-1 എന്നുള്ള സീക്വൻസിലാണ്, ആ രൂപത്തിലാണ്, ആ കണക്കിലാണ് അയാൾ അക്കൗണ്ടിലേക്ക് വരിക. 11 ദിവസം കഴിയുമ്പോൾ അയാൾക്ക് ഒരു ഏൺ ലീവിലുള്ള അവകാശമായി മാറി. അങ്ങനെ ഓരോ 11 ദിവസം കഴിയുമ്പോഴേക്ക് ഓരോ ഏൺ ലീവിലുള്ള അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഒരു വിഭാഗം ജീവനക്കാരൻ അതാണ് ഏൺ ലീവ് 11-1 എന്നുള്ള തരത്തിൽ സ്ഥിരം പോസ്റ്റിലേക്കുള്ള പെർമനന്റ് പോസ്റ്റിലേക്കുള്ള ഒരു ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ചോദ്യത്തിന്റെ ഒരു ഉത്തരമാണ്. സ്ഥിരം പോസ്റ്റിലുള്ള ജീവനക്കാരന് ആദ്യ വർഷ സർവീസിന് എത്ര ഏൺ ലീവാണ് വരിക? അയാളുടെ ആദ്യ വർഷ സർവീസിന്റെ ഏൺ ലീവ് കാൽക്കുലേഷൻ എങ്ങനെ? പല രീതിയിൽ ചോദിക്കാം. 1/11, 1/22, മാസത്തിനൊന്ന് 1/30, 1 അങ്ങനെ പല പല ഉത്തരങ്ങൾ ഉണ്ടാകാം. നമ്മൾക്കുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ അതിനകത്ത്. അത് ശരിയുമാണ്. ആ ശരി ഉത്തരം ഇതാണ്. സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലുള്ള, പെർമനന്റ് പോസ്റ്റിലുള്ള, സ്ഥിരം പോസ്റ്റിലുള്ള ഒരു ജീവനക്കാരന്റെ ആദ്യ വർഷത്തെ സർവീസിന് 11-1 എന്നുള്ള രീതിയിൽ അക്കൗണ്ടിലേക്ക് ഏൺ ലീവ് വന്നു ചേരും. 11 ദിവസമാകുമ്പോൾ നമുക്ക് ഒരു ലീവിനുള്ള, ഏൺ ലീവിനുള്ള ആർജിത അവധി, നമുക്ക് ആർജിത അവധിയുടെ അവകാശിയായി നമ്മൾ മാറുന്നു. 11 ദിവസം കഴിയുമ്പോൾ പെർമനന്റ് പോസ്റ്റിലുള്ളവന്. എന്നാൽ മറ്റുള്ള എല്ലാവർക്കും എന്ന് പറയുന്നില്ല, ഒഫീഷ്യേറ്റിംഗ് ഓർ ടെമ്പററി പോസ്റ്റിലുള്ള ഒരു ജീവനക്കാരന് ഏൺ ലീവ് പോസ്റ്റ് ചെയ്യപ്പെടുന്നത്, ഒഫീഷ്യേറ്റിംഗ് അല്ലെങ്കിൽ ടെമ്പററി പോസ്റ്റിലുള്ള ഒരു ജീവനക്കാരന് ഏൺ ലീവ് പോസ്റ്റ് ചെയ്യപ്പെടുന്നത് മറ്റൊരു തരത്തിലാണ്. ഏതാണ് ആ തരം? ഏൺ ലീവ് ഒഫീഷ്യേറ്റിംഗ് ആയിട്ടോ ടെമ്പററി ആയിട്ടുള്ള ഒരു ജീവനക്കാരന് അക്കൗണ്ടിലേക്ക് വരുന്നത് നേരത്തെ വരുന്ന 11-1 എന്ന് പകരം അത്തരം ജീവനക്കാരുടെ ആദ്യ വർഷത്തെ സർവീസിന് ഒഫീഷ്യേറ്റിംഗോ ടെമ്പററി ആയിട്ടോ പോസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ജീവനക്കാരന്റെ ആദ്യ വർഷ സർവീസ് വർഷത്തിന് 22 ദിവസത്തിനൊന്ന്, നേരെ ഇരട്ടി, നേരത്തെ കൂടുതൽ ദിവസങ്ങൾ വേണം ഏൺ ലീവ് ഓരോ അക്കൗണ്ടിലേക്ക് വരാൻ. നേരത്തെ സ്ഥിരം പോസ്റ്റുകാരന് 11 ദിവസത്തിനൊന്ന് എന്ന രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യേറ്റിംഗ് ആയിട്ടോ ടെമ്പററി പോസ്റ്റിലേക്കോ വരുന്ന ഒരു ജീവനക്കാരന്റെ ഏൺ ലീവ് 22 ദിവസം കാത്തു നിൽക്കണം അയാൾക്ക് ഒരു ഏൺ ലീവിന് അവകാശിയാകാൻ, ഒരു ഏൺ ലീവ് അയാളുടെ അക്കൗണ്ടിലേക്ക് വരാൻ. ചുരുക്കത്തിൽ ഇങ്ങനെയാണ് പറയുക. ഏൺ ലീവ് 22 ആദ്യ വർഷ സർവീസിന് 22-1 എന്നുള്ള തോതിലാണ് അയാളുടെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെടുക. ഇയാൾക്ക് ആദ്യ വർഷ സർവീസിന് 22-1 എന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ ഒരു കണക്ക് നമുക്ക് നോക്കാം. പെർമനന്റ് പോസ്റ്റിലേക്ക് ആദ്യം നോക്കാം. 11-1 എന്നുള്ള തോതിൽ പെർമനന്റ് പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാൾക്ക് 11-1 എന്നുള്ള തോതിൽ അക്കൗണ്ടിലേക്ക് എത്ര ലീവ് അക്കൗണ്ടിലേക്ക് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇതാണ്. ആ വർഷം 365 ദിവസമാണെന്ന് ഇരിക്കട്ടെ. 365 ഡിവൈഡഡ് ബൈ 11, 365നെ 11 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ദിവസത്തിൽ 11 ദിവസത്തിന് വീതം അയാളുടെ ആ വർഷം, അയാളുടെ സർവീസ് വർഷത്തിൽ എത്ര ഏൺ ലീവ് വരുമെന്ന് നമുക്ക് കണക്കായി. 365നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 33-ഉം 2/11 ഒന്ന് കണക്ക് കൂട്ടി നോക്കാം. നിങ്ങളെല്ലാം വീട്ടിലിരിക്കട്ടെ, ഒന്ന് കണക്ക് കൂട്ടി നോക്കാം, പെട്ടെന്ന് കഴിയും. 365 ഡിവൈഡഡ് ബൈ 11 എന്ന് പറയുന്നത് നമുക്ക് പണ്ട് പഠിച്ച കണക്ക് പുസ്തകത്തിൽ നോക്കണം, കണക്കൊക്കെ മനസ്സിലേക്ക് വരണം.
ആ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് 365 11 ഹരിക്കുമ്പോൾ 33 2/11 എന്ന് പറയുന്ന തോതിലുള്ള ഒരു അക്കൗണ്ട് കിട്ടും. ആദ്യ വർഷം പെർമനന്റ് പോസ്റ്റ് ജീവനക്കാരൻ അപ്പോൾ 33 2/11 ഏൺ ലീവഡ് അക്കൗണ്ടിലേക്ക് വന്നു. ഇനി രണ്ടാമത്തെ തരം ജീവനക്കാരൻ ഏതാ? രണ്ടാം തരം ജീവനക്കാരനല്ല, രണ്ടാമത്തെ തരത്തിലുള്ള, അതായത് ഒഫീഷ്യേറ്റിങ്ങോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള പോസ്റ്റിലേക്ക് വരുന്ന ജീവനക്കാരന് ആദ്യത്തെ വർഷ സർവീസിന് അയാൾ ആദ്യ സർവീസ് ഇയറിന് 22 ദിവസം കൂടുമ്പോൾ ഒന്ന് എന്നുള്ള രീതിയിലാണ് അയാളുടെ അക്കൗണ്ടിലേക്ക് ഏൺ ലീവ് വരിക. 22 ദിവസം കൂടുമ്പോൾ ഒന്ന് വീതം ഏൺ ലീവ് അയാൾക്ക് അവകാശമായി. അങ്ങനെ വരുമ്പോൾ അയാളുടെ ഒരു വർഷത്തെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുവാൻ വേണ്ടി എന്താ ചെയ്യുക? ആദ്യത്തെ വർഷ സർവീസിന് 365 ദിവസമുണ്ട്. ഈ 365 ദിവസത്തെ അയാൾക്ക് വരേണ്ട ലഭിക്കേണ്ട ഏൺ ലീവ് ആയിട്ട് മാറ്റണമെങ്കിൽ 365 ഡിവൈഡഡ് ബൈ 22 ഈക്വൽസ് 16 13/22 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ഫിഗർ ആണ് കിട്ടുക. 365 ദിവസത്തെ 365 ദിവസം വരുന്ന ആദ്യ വർഷ സർവീസിനെ ഏൺ ലീവ് ആയിട്ട് മാറ്റുമ്പോൾ, ഇയാൾക്ക് കിട്ടേണ്ട ഏൺ ലീവിലേക്ക് തരം മാറ്റുമ്പോൾ 365 ആദ്യ വർഷ 365 ദിവസം ആദ്യ വർഷ സർവീസിനേക്ക് 22 എന്നുള്ള തോതിലെ അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അയാൾ ആദ്യ വർഷ സർവീസിന്റെ ഏൺ ലീവ് കണ്ടുപിടിക്കുവാൻ വേണ്ടി ടോട്ടൽ ഡേയ്സ് ഓഫ് ദി ഇയർ, ആ വർഷത്തിന്റെ ടോട്ടൽ ഡേയ്സ് എത്രയാന്ന് നോക്കും. അതിനെ 22 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ 365 22 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16 13/22 എന്ന് പറയുന്ന ഒരു ഫിഗർ ആയിരിക്കും. ആദ്യ വർഷ സർവീസ് കഴിഞ്ഞു. സെക്കൻഡ് ഇയർ ഓൺവേഴ്സ് ഒഫീഷ്യേറ്റിങ്ങോ ടെമ്പററി ആയിട്ടുള്ള സർവീസിൽ പോസ്റ്റിലേക്ക് വരുന്ന ഒരു ജീവനക്കാരന്റെ ആദ്യ വർഷം 22 ആണ് എന്ന രീതിയിലാണ് ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ അതിനു ശേഷം രണ്ടാം വർഷം മുതൽ അവസാന വർഷം വരെ അയാൾക്ക് അയാളുടെ ഏൺ ലീവിന്റെ കാൽക്കുലേഷൻ 11 എന്നുള്ള തോതിലായിരിക്കും. ഇയാൾക്ക് മാത്രം, ഇത്തരം പോസ്റ്റിലേക്ക് വരുന്നവർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. സ്ഥിരം പോസ്റ്റിലല്ല അയാൾ സർവീസിൽ വരുന്നെങ്കിൽ, ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലേക്കാണ് സർവീസിൽ വരുന്നതെങ്കിൽ അയാൾ ആദ്യ വർഷ സർവീസിന് 22 എന്നുള്ള തോതിലേക്ക് ഏൺ ലീവ് പോസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഏൺ ലീവ് പോസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അയാളുടെ ആദ്യ വർഷ സർവീസിനെ 365 ദിവസമാണെങ്കിൽ ആ 365 ദിവസത്തെ 22 എന്നുള്ള രീതിയിലായിട്ട് മാറ്റുമ്പോൾ അയാളുടെ അക്കൗണ്ടിലേക്ക് വരിക, അയാളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് 16 13/22 എന്ന തോതിലുള്ള എന്ന ഒരു ഫ്രാക്ഷൻ ഫിഗർ ആയിരിക്കും ആദ്യ വർഷം കിട്ടുക. അങ്ങനെ ആദ്യ വർഷ സർവീസിനെ നമ്മൾ 22 ആക്കിയപ്പോൾ 16 13/22 കിട്ടിയെങ്കിൽ ആ വർഷത്തെ നമ്മൾ ഏൺ ലീവിന്റെ പോസ്റ്റ് പേജുകൾ കണ്ടാൽ അറിയും, നിങ്ങൾക്ക് അറിയാൻ കഴിയും. ആദ്യത്തെ ഫ്രം ടു, ഇയറിന്റെ ഫ്രം ടു, അതായത് തുടക്കം നേരത്തെ പറഞ്ഞ പോലെ 2/3/2001 തുടങ്ങി അടുത്ത അയാളുടെ ഫ്രം ടു ആ ഒരു വർഷം കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്രം 2/3/2001 ടു 1/1/1/3/2002 ഒരു വർഷം പൂർത്തിയാക്കി. എത്ര ദിവസമുണ്ട്? അടുത്ത പേജിൽ അടുത്ത കോളത്തിൽ 365 ഡേയ്സ്. അടുത്ത കോളം 1/22 ഓർ 1/11. അവിടെ എന്താ 1/22 ഉപയോഗിക്കുക. 1/22 അതിന്റെ ഭാഗമായിട്ട് ഡിവിഷന്റെ ഭാഗമായിട്ട് കിട്ടുന്ന എത്ര നമ്പർ ഓഫ് ഡേയ്സ്, എത്ര നമ്പർ ഓഫ് ഏൺ ലീവ് എന്ന അടുത്ത കോളം കാണുമ്പോൾ അവിടെ എഴുതുന്നത് 16 13/22. അയാളുടെ സർവീസിൽ ആ ഒരു വർഷത്തേക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരു കാൽക്കുലേഷൻ ഉള്ളൂ. പിന്നീട് ഉള്ള അടുത്ത വർഷം മുതൽ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് അയാളുടെ ഏൺ ലീവിന്റെ കാൽക്കുലേഷൻ 1/11 എന്നുള്ള തോതിലാണ്. അതുകൊണ്ട് തന്നെ ആദ്യ വർഷത്തെ സർവീസിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഏൺ ലീവിനെ റൗണ്ട് ചെയ്യും. എങ്ങനെയാ റൗണ്ട് ചെയ്യുക? 50 പൈസ ആൻഡ് അബോവ് നമ്മൾ 1 രൂപയായിട്ട് മാറ്റുന്നത് പോലെ തന്നെ ഇവിടെയും 16 13/22 13/22 എന്ന് പറയുന്നത് ഹാഫിനേക്കാൾ കൂടുതലാണ്, പകുതിയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് 16 13/22 എന്നതിനെ നമ്മൾ അയാളുടെ ഏൺ ലീവിനെ 17 ദിവസമായിട്ട് റൗണ്ട് ചെയ്യും. അവസാനത്തെ കോളത്തിൽ ഏൺ ലീവിന്റെ പേജിലെ അവസാനത്തെ കോളത്തിൽ
ബാലൻസ് അറ്റ് ക്രെഡിറ്റ്, അയാളുടെ അക്കൗണ്ടിൽ എത്ര ഏൺ ലീവ് ഉണ്ടെന്നുള്ള പോർഷനിൽ നമ്മൾ 17 എന്ന് എഴുതി ആദ്യ വർഷ സർവീസിന്റെ അക്കൗണ്ടിലേക്ക് ഒരു ടെമ്പററി പോസ്റ്റിലേക്ക് വന്ന ഒരു ഒഫീഷ്യേറ്റിംഗിലേക്ക് പോസ്റ്റിലേക്ക് വന്ന ജീവനക്കാരന്റെ ഏൺ ലീവിന്റെ കണക്കായി. രണ്ടാമത്തെ വർഷം മുതൽ അവസാന വർഷ സർവീസ് വരെയൊക്കെ പിന്നീട് എങ്ങനെയാ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു? 1/11. ഒരു സ്ഥിരം ജീവനക്കാരന്റെ പോസ്റ്റിംഗ് പോലെ സ്ഥിരം പോസ്റ്റിലേക്കുള്ള ഒരു ജീവനക്കാരന്റെ അക്കൗണ്ടിലേക്ക് ഏൺ ലീവ് എങ്ങനെ വരുന്നോ ആ രൂപത്തിലാവും അയാളുടെ ഏൺ ലീവിന്റെ കാൽക്കുലേഷൻ. അങ്ങനെ ഏൺ ലീവിന്റെ ആദ്യ വർഷ സർവീസിനെ ഒഫീഷ്യേറ്റിംഗ് സർവീസുള്ള പോസ്റ്റിലേക്കുള്ള സർവീസിലെ ജീവനക്കാരന്റെ ആദ്യ വർഷ സർവീസിനെ 1/22 ആയി കൂട്ടി കണക്ക് കൂട്ടി അക്കൗണ്ടിൽ ആദ്യ വർഷ സർവീസ് 16ഉം 13/22 റൗണ്ട് ചെയ്ത് നമ്മൾ 17 വർഷമായിട്ട് അവിടെ നിർത്തി. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് അടുത്ത വർഷം മുതലേക്ക് 1/11 എന്നുള്ള തോതിൽ കണക്കൂട്ടും. രണ്ടാമത്തെ വർഷം 365 ദിവസം ആണെന്നിരിക്കട്ടെ, അയാളുടെ അക്കൗണ്ടിലേക്ക് എത്ര വരിക? അയാളുടെ അക്കൗണ്ടിലേക്ക് 365നെ 22 വരും. പിന്നീട് ഡിവൈഡ് ചെയ്യേണ്ടത് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് 1/11 ആണ്. അതുകൊണ്ട് 365 ഡിവൈഡഡ് ബൈ 11 എത്ര കിട്ടുന്നു? 33ഉം 2/11. ടോട്ടൽ എത്രയായി? 50ഉം 2/11. അവിടെ നമ്മൾ റൗണ്ട് ചെയ്യുന്നില്ല. അത് തുടർച്ചയായിട്ട് വരുന്നത് കൊണ്ട് ഓരോ വർഷവും ഈ ഫ്രാക്ഷൻ 11 ഡിവൈഡഡ് ബൈ 11 എന്നുള്ള ഫ്രാക്ഷൻ കൂട്ടി നമ്മൾ അങ്ങ് അവസാനം വരെ കൊണ്ടുപോകും. അവസാന ദിവസം വരെയുള്ള സർവീസിന്റെ അവസാന ദിവസം വരെയുള്ള ദിവസങ്ങൾ എടുത്തുകൊണ്ട് ഈ ഫ്രാക്ഷൻ ഇങ്ങനെ കൂടി അതിങ്ങനെ ഒന്നായിട്ട് വന്ന് ഒന്നായിട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ വരും. ആ ഫ്രാക്ഷൻ അവസാനം വരെ 11 ഡിവൈഡഡ് ബൈ 11 എന്നുള്ള ഫ്രാക്ഷൻ അവസാനം വരെ തുടരും. സ്ഥിരം ജീവനക്കാർക്ക് 1/11 വെച്ച് ആദ്യം മുതൽ അവസാനം വരെയും, ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലേക്കുള്ള ജീവനക്കാർക്ക് ആദ്യത്തെ വർഷത്തിന് 1/22, സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് 1/11 എന്ന് പറഞ്ഞു. മനസ്സിലായി? ചോദ്യങ്ങളാണ്, 2 ചോദ്യങ്ങളാണ്. സ്ഥിരം പോസ്റ്റുകാരന്റെ ആദ്യ വർഷ സർവീസിന് എത്ര ഏൺ ലീവ് അക്കൗണ്ടിലേക്ക് വരും, അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെ? സ്ഥിരം പോസ്റ്റിലേക്കുള്ള ജീവനക്കാരന്റെ ആദ്യ വർഷ സർവീസ് മുതൽ 1/11 എന്നുള്ള തോതിലാണ് അക്കൗണ്ടിലേക്ക് വരിക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ആദ്യ വർഷ സർവീസിന് 33 2/11, 365 ദിവസമാണ് 33 2/11, 366 ദിവസമാണ് 33 3/11 എന്നുള്ള രീതിയിൽ അക്കൗണ്ടിലേക്ക് വരും. എന്നാൽ ഒരു ഒഫീഷ്യേറ്റിംഗ് സർവീസിൽ ടെമ്പററി പോസ്റ്റിലേക്ക് അല്ലെ ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലേക്കാണ് ഒരാൾ സർവീസിൽ വരുന്നെങ്കിൽ അല്ല ആദ്യത്തെ വർഷ സർവീസിന് 1/22 എന്നുള്ള തോതിൽ അക്കൗണ്ടിലേക്ക് വരും. അത് 16ഉം 13/22 ആണ്. 17 ആയിട്ട് റൗണ്ട് ചെയ്ത് നിർത്തി. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ഇയാൾക്ക് 1/11 ആയിട്ട് കൂട്ടി. സെക്കൻഡ് ഇയറിലും 33 2/11 വന്നു. അത് ടോട്ടൽ അപ്പോൾ 50ഉം 2/11. മൂന്നാം വർഷം കടന്നു. മൂന്നാം വർഷത്തിൽ അയാളുടെ അക്കൗണ്ടിൽ 366 ദിവസം ഉണ്ടെന്ന് ഇരിക്കട്ടെ. അങ്ങനെ അത് കണക്കൂട്ടുമ്പോൾ 33ഉം 3/11. 3/11 നേരത്തെ ഒരു 2/11 ഉണ്ട്. അത് 50ഉം 2/11, 33ഉം 3/11 കണക്കൂട്ടി നോക്കണം, എഴുതുക. ആദ്യത്തെ വർഷം സർവീസ് 17 ഏൺ ലീവ്, രണ്ടാമത്തെ വർഷം സർവീസ് 33ഉം 2/11. ടോട്ടൽ ബാലൻസ് നിൽക്കുന്നത് 17ഉം 33ഉം കൂട്ടുമ്പോൾ 50ഉം 2/11 ആയിട്ട് ലാസ്റ്റ് കോളത്തിൽ. ആ വർഷത്തിന്റെ രണ്ടാം വർഷത്തിന്റെ അവസാനം അത്രയായി. മൂന്നാം വർഷത്തിന്റെ കൂട്ടുന്നു. മൂന്നാം വർഷം ഇയാൾ സർവീസ് തുടരുകയാണ്. മൂന്നാം വർഷവും കാൽക്കുലേഷൻ 1/11 ആണ്. 366 ദിവസമാണെന്ന് ഇരിക്കട്ടെ. 366 ഡിവൈഡഡ് ബൈ 11 എത്ര കിട്ടുക? 33ഉം 3/11. നേരത്തെ അവിടെ ബാലൻസ് 50ഉം 2/11 ഉണ്ട്. ഇതും കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 83ഉം 5/11 അവിടെ ക്രെഡിറ്റ്. മൂന്നാമത്തെ വർഷം അവസാനിക്കുമ്പോൾ ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റുള്ള ഒരു ജീവനക്കാരന്റെ അക്കൗണ്ടിൽ ഏൺ ലീവിന്റെ ലീവ് അക്കൗണ്ടിൽ എത്ര വന്നു? 83ഉം 5/11 ലീവ് അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നു. ഈ വരുന്ന ലീവ് ഇങ്ങനെ എടുത്തെടുത്ത് പോകും കേട്ടോ. എടുക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ നമുക്ക് പിന്നീട് അതിന്റെ കൂട്ടത്തിൽ പഠിച്ചു പോവാം. ഒന്നും അയാൾ വിൽക്കുന്നില്ല, സറണ്ടർ ചെയ്യുന്നില്ല, ലീവ് എടുക്കുന്നില്ല, ഇങ്ങനെ പോകുന്ന ഒരാളെന്ന് ഇരിക്കട്ടെ.
അങ്ങനെ മൂന്നാമത്തെ വർഷം അയാളുടെ അക്കൗണ്ടിൽ 83 അക്കൗണ്ടിലേക്ക് വന്നു. ഇവിടെ ഒരു പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടാകും, പെട്ടെന്നൊരു മാറ്റം. ആർക്കാ? ഒഫീഷ്യേറ്റിംഗ് സർവീസുള്ള ജീവനക്കാരന് 2007 മുതൽ, കൃത്യമായി പറഞ്ഞാൽ 25/2/2007 GOP ഗവൺമെന്റ് ഉത്തരവ് 75/2007 ബലത്തിൽ ജീവനക്കാരന്റെയും അധ്യാപകന്റെയും ജീവനക്കാരന്റെ കാൽക്കുലേഷൻ വേറെ തരത്തില്ല, അത് നമുക്ക് കാൽക്കുലേഷൻ തന്നെ പഠിക്കാം. 75/2007 ഡേറ്റഡ് 25/2/2007 എന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരന്റെ ഏൺ ലീവിന്റെ കാൽക്കുലേഷനിൽ ചെറിയൊരു മാറ്റം വരികയാണ്. വലിയൊരു മാറ്റം, വലിയൊരു സംഭവമാണ് തന്നെ മാറുകയാണ്. ഈ 2007 അന്നുണ്ടായിരുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് എടുത്തൊരു തീരുമാനമാണ് ജീവനക്കാരനും അധ്യാപകനും ഏൺ ലീവിന്റെ കാൽക്കുലേഷനിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തണം. എങ്ങനെയായിരുന്നു ആ മാറ്റം? ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചേക്കാൻ കേട്ടോ ചിലപ്പോ, കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഏൺ ലീവിന്റെ അക്കൗണ്ട് മാക്സിമം നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്ന് ചേരുന്നതിന് ഒരു മാക്സിമം ഉണ്ട്, മാക്സിമാലിറ്റി, ഒരു മാക്സിമം ഏറ്റവും കൂടുതലായിട്ട് അതിന്റെ അപ്പുറത്തോട്ട് പോകാൻ കഴിയില്ല. 300 ഏൺ ലീവ് വരെ നമ്മുടെ അക്കൗണ്ടിൽ ഒരേ സമയം നമുക്ക് സൂക്ഷിക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഏൺ ലീവിന്റെ കാൽക്കുലേഷൻ നിലക്കും. ചോദിക്കാറുണ്ട്, ഇതൊരു ചോദ്യം കേട്ടോ. മാക്സിമം ഏൺ ലീവ് അറ്റ് ക്രെഡിറ്റ് ഓഫ് ആൻ എംപ്ലോയി 300. ഇനി വരാം, അത് വരാം, അല്ലെങ്കിൽ എന്നെ വരാം. മാക്സിമത്തിലേക്ക് എത്താം. നമ്മളിങ്ങനെ ഏൺ ലീവ് കൂട്ടി വരുമ്പോഴത്തേക്കും മാക്സിമത്തിലേക്ക് എത്താം. ഏൺ ലീവിന്റെ കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരുന്ന ലീവുകൾ 2007 ഗവൺമെന്റ് തീരുമാനിച്ചു. ഒഫീഷ്യേറ്റിംഗ് സർവീസിലും ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലേക്കോ ടെമ്പററി പോസ്റ്റിലേക്കോ ജീവനക്കാരന് ഒരു തരത്തിലുള്ള ലീവ് കാൽക്കുലേഷനും പെർമനന്റ് പോസ്റ്റിലേക്ക് വരുന്ന ജീവനക്കാരന് മറ്റൊരു തരത്തിലുള്ള പോസ്റ്റിലേക്കുള്ള ഒരു ലീവ് കാൽക്കുലേഷനും അതൊന്ന് മാറ്റാൻ അന്നത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു. പെർമനന്റ് പോസ്റ്റുകൾക്ക് മാറ്റം, പോസ്റ്റിലെ ജീവനക്കാരന് മാറ്റമില്ല. ഒഫീഷ്യേറ്റിംഗ് സർവീസിൽ വന്ന ജീവനക്കാരന് ഈ സർക്കാർ ഉത്തരവ് 75/2007 25/2/2007 ഉത്തരവ് പ്രകാരം ഒരു മാറ്റം വരുത്തി. ഇതാണ് ആ മാറ്റം. ഒഫീഷ്യേറ്റിംഗ് സർവീസിൽ വരുന്ന ജീവനക്കാരൻ 3 വർഷം സർവീസ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, ഒഫീഷ്യേറ്റിംഗ് സർവീസിൽ വരുന്ന ഒരു ജീവനക്കാരൻ ടെമ്പററി പോസ്റ്റിലേക്കോ ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലേക്കോ സർവീസിലേക്ക് വരുന്ന ഒരു ജീവനക്കാരൻ 3 വർഷം കണ്ടിന്യൂസ് സർവീസ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, 4ാമത്തെ വർഷത്തിന്റെ തുടക്കം 3 വർഷം പൂർത്തീകരിച്ച് 4 വർഷം തുടങ്ങുമ്പോൾ, അല്ലെ 3 വർഷം അവസാനിക്കുന്ന മുറയ്ക്ക് ഇയാൾ ആദ്യ വർഷ സർവീസിന് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ട ഏൺ ലീവിന്റെ കാൽക്കുലേഷന്റെ രീതി ഒന്ന് മാറ്റണം. എങ്ങനെയാണ് മാറ്റുന്നത്? എങ്ങനെയായിരുന്നു ആ രീതി? ആദ്യ വർഷ സർവീസിന് 1/22 എന്നുള്ള രീതിയിലായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചത്. എന്നാൽ അവൻ 3 വർഷം ഒരു ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലേക്ക് വന്ന ജീവനക്കാരൻ 3 വർഷം പൂർത്തീകരിച്ചാൽ 4ാം വർഷം എന്ത് ചെയ്യണം? ആദ്യ വർഷത്തെ സർവീസിനെ 1/22 ആയിട്ട് എഴുതപ്പെട്ട ഏൺ ലീവ് അക്കൗണ്ടിലേക്ക് വന്ന ആ വർഷത്തെയും 1/11 ആക്കി മാറ്റണം. പെർമനന്റ് പോസ്റ്റിലേക്ക് വരുന്ന ഒരു ജീവനക്കാരന് ലഭ്യമാകേണ്ട തരത്തിലാക്കി അയാളുടെ ഏൺ ലീവ് മാറ്റണം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളാണ് എസ്റ്റാബ്ലിഷ്മെന്റ് സീറ്റ് കൈകാര്യം ചെയ്യുന്നെങ്കിൽ അങ്ങനെ 3 വർഷം പൂർത്തീകരിച്ച ഏതെങ്കിലും ജീവനക്കാരനുണ്ടെങ്കിൽ അയാളുടെ ഏൺ ലീവിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തണം. എങ്ങനെ ഒരു മാറ്റം വരുത്തണം? 3 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ 4ാം വർഷത്തിന്റെ തുടക്കത്തിൽ അയാളത്തെ ആദ്യ വർഷത്തെ സർവീസിനെ ഒന്ന് മാറ്റി ആദ്യ വർഷ സർവീസിൽ 1/22 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതിനെ ഒന്ന് പൊളിച്ചെഴുതണം, റീകാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ ഒരു പുനരവലോകനം നടത്തണം അയാളുടെ ആദ്യ വർഷ സർവീസിന്റെ ഏൺ ലീവിന്റെ കണക്കുകൂട്ടലിൽ. അങ്ങനെ ഒരു പുനരവലോകനം നടത്തി റീകാൽക്കുലേഷൻ നടത്തേണ്ടത് 1/22 മാറ്റിയിട്ട് അതിനെയും 1/11 ആക്കി മാറ്റണം.
അപ്പോൾ ഉണ്ടാകുന്ന എന്താ ലാഭം? ആദ്യ വർഷ സർവീസിന് അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നത് 17 ലീവാണ്. രണ്ടാം വർഷം അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നത് എങ്ങനെയാ? 33 ലീവാണ്. 33 അതിന്റെ പോർഷൻ. 17 33 തമ്മിൽ വ്യത്യാസം എത്രയാ? 16 ദിവസമാണ്. അപ്പോൾ അയാൾക്ക് ആദ്യത്തെ വർഷ സർവീസിന് എത്ര ഏൺ ലീവ് നഷ്ടമായി? കുറഞ്ഞു പോയി. നഷ്ടമായി എന്ന് പറയാൻ കഴിയില്ല, സർവീസിന്റെ ഭാഗമായിട്ട് കിട്ടിയ എത്രയാ കുറച്ചാ കിട്ടിയത്? 16 ലീവ്. 33 കിട്ടേണ്ടതിന് 17 കിട്ടിയുള്ളൂ. 16 ലീവ് കുറവാണ്. അങ്ങനെ ഒരു ഡിസ്പാരിറ്റി ഒഴിവാക്കാൻ 3 വർഷം സർവീസ് പൂർത്തീകരിച്ചാൽ അയാൾ ഒരു സ്ഥിരം പോസ്റ്റിലേക്ക് വന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ഒരു റീകാൽക്കുലേഷൻ, 3rd ഇയർ കംപ്ലീറ്റ് കഴിഞ്ഞാൽ 4th ഇയറിന്റെ ആരംഭത്തിൽ അയാളുടെ ഫസ്റ്റ് ഇയറിനെ റീകാൽക്കുലേറ്റ് ചെയ്ത് അതിനെയും 1/22 ആയിട്ട് കണക്കൂട്ടി വെച്ചതിനെയും മാറ്റിക്കൊണ്ട് 1/11 ആക്കി ഇയാളുടെ അക്കൗണ്ടിലേക്ക് ബാക്കി വരേണ്ട ഏൺ ലീവും കൂടെ പോസ്റ്റ് ചെയ്യപ്പെടണം. അപ്പൊ 17 ആയിട്ട് നിജപ്പെടുത്തി കണക്കിൽ കൊണ്ടുവന്ന് വെച്ച ആ ഏൺ ലീവിനെ പൊളിച്ചെഴുതിക്കൊണ്ട് ആദ്യത്തെ വർഷ സർവീസിന്റെ ദിവസങ്ങളെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ദിവസങ്ങൾ എത്രയോ അതെത്രയോ എന്ന് നോക്കി ആദ്യം കിട്ടിയ ഏൺ ലീവില് ബാക്കി എത്ര കൂടെ വരണമെന്ന് കണക്കൂട്ടി 4ാം വർഷത്തിന്റെ തുടക്കത്തിൽ ഇയാളുടെ ഏൺ ലീവിന്റെ പോർഷൻ മാറ്റി എഴുതണം. 16 ലീവും കൂടെ അക്കൗണ്ടിലേക്ക് വരണം. 16 ലീവ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണേണ്ടതല്ല. എന്തുകൊണ്ടാ 16 ലീവ് നിസ്സാരമായിട്ട് കാണേണ്ട എന്ന് പറയുന്നത്? 1968 ഫസ്റ്റ് പേ റിവിഷൻ, ആദ്യ പേ റിവിഷൻ ഇൻക്രിമെന്റ് എത്രയാണെന്നോ അറിയോ? ഇൻക്രിമെന്റ് 1 രൂപയാണ്. 1 രൂപ മുതൽ 75 രൂപയാണെന്ന്, 75-80 ആണ് മാക്സിമം ഇൻക്രിമെന്റ് നിരക്ക്. 1 രൂപ മുതൽ 1 രൂപ, 1 രൂപ, 2 രൂപ, 5 രൂപ, 7 രൂപ, 6 രൂപ, 7 രൂപ, 8 രൂപ, അങ്ങനെയുള്ള ഒരു കണക്കിലായിരുന്നു നമ്മുടെ ഓരോ വർഷത്തെ ശമ്പള വർധന ഇൻക്രിമെന്റിലൂടെ. 1 രൂപ എന്ന് പറയുന്ന 50 പൈസ എന്ന് തൊട്ടുമുണ്ട്. 50 പൈസ മുതലുള്ള ഇൻക്രിമെന്റ് നിരക്കാണ്. അതിനൊന്നും ഒരു വിലയില്ലാണ്ടായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്നത്തെ 1 രൂപയ്ക്ക് വലിയ വിലയുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ആ 1 രൂപ ഇന്നിപ്പോൾ എത്രയായി? ഏറ്റവും മിനിമത്തിലുള്ള ഒരു ഇൻക്രിമെന്റ് നിരക്ക് എന്ന് പറയുന്നത് 300-500 രൂപയൊക്കെയാണ്. അതിന്റെ കഴിഞ്ഞ ആ 68-നേക്കാൾ 500 ഇരട്ടിയോളം നമ്മുടെ ഇൻക്രിമെന്റ് നിരക്ക് മാറി. എങ്ങനെയാ മാറിയത്? ഈ 10 പേ റിവിഷനിലൂടെയാണ് മാറിയത്. ഓരോ പേ റിവിഷൻ വരുമ്പോഴും നമ്മുടെ ശമ്പളത്തിൽ വർധന ഉണ്ടാകുന്നു, ഇൻക്രിമെന്റ് നിരക്കിൽ വർധന ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഇത് കൂടി വന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു 30-40 വർഷം സർവീസുള്ള ഒരു ജീവനക്കാരന്റെ തുടക്കത്തിൽ ഉള്ള ശമ്പളമായിരിക്കില്ല ഒരു 40 വർഷം സർവീസ് എന്ന് പറഞ്ഞാൽ 8 പേ റിവിഷനുകൾ നടക്കാം എന്നേ പറയാൻ കഴിയുള്ളൂ. ഓരോ ഗവൺമെന്റിന്റെ സ്വഭാവത്തിനനുസരിച്ച് ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്ന കാര്യത്തിൽ പല രീതിയിലുള്ള നിലപാടുകളെടുത്ത ഗവൺമെന്റുകളുണ്ട്. ജനകീയ ഗവൺമെന്റുകൾ കണ്ടിട്ടുണ്ട്, ജനവിരുദ്ധമായിട്ടുള്ള ഗവൺമെന്റുകളും നമ്മളെ ഭരിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഇടയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ജനകീയമായിട്ടുള്ള ഗവൺമെന്റ് വരുമ്പോഴോ ജനവിരുദ്ധമായിട്ടുള്ള ഗവൺമെന്റ് വരുമ്പോൾ ജീവനക്കാരനും ജനങ്ങൾക്കും കൊടുക്കേണ്ട ആനുകൂല്യങ്ങളിൽ ഇളവുകൾ ജനകീയ ഗവൺമെന്റ് കൊടുക്കുമ്പോൾ കടുത്ത ഉപരോധങ്ങളോ കടുത്ത നിലപാടുകളോ എടുക്കുന്ന ഗവൺമെന്റുകൾ ഉണ്ടാകാം. അതിന്റെ ഭാഗമാകാം നമ്മളും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ശമ്പള പരിഷ്കരണം, അതുകൊണ്ടാണ് ഞാൻ ശമ്പള പരിഷ്കരണം ഓരോ 5 വർഷമ്പോഴും കൂടെ ഉണ്ടാകാം എന്ന് പറഞ്ഞേ കാണാം. വേണമെങ്കിൽ കത്തിവെക്കാം. നിങ്ങളിൽ ഭൂരിപക്ഷവും ആ കത്തിക്ക് ഇരയായവരാണ്. നിങ്ങളിൽ പലർക്കും 1/4/2013 മുതൽ സർവീസിൽ വന്ന ആർക്കും പെൻഷൻ ഇല്ല. KSRന്റെ വോളിയം 2 പാർട്ട് 3 നിങ്ങൾക്ക് ബാധകമല്ലാണ്ടാക്കിയത് ഒരു ഗവൺമെന്റാണ്. ജീവനക്കാരൻ ജനങ്ങൾക്ക് വേണ്ടി, ഗവൺമെന്റിന് വേണ്ടി സംസാരിക്കുമ്പോൾ, ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട ഗവൺമെന്റ് ജീവനക്കാരന്റെ ആനുകൂല്യങ്ങൾ ഇല്ലാണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഏൺ ലീവുമായിട്ട് കണക്ട് ചെയ്താണ്. ഈ 16 ദിവസം ആദ്യത്തെ വർഷം 22 എന്നുള്ള കാൽക്കുലേഷൻ മാറ്റി 11 എന്ന് മാറ്റിയപ്പോൾ 16 ലീവുകൾ, ഏൺ ലീവ് നമ്മൾ അക്കൗണ്ടിലേക്ക് വന്നു. ആ 16 ലീവുകൾ എന്ന് പറയുന്നത് 16 ദിവസങ്ങളാണ്.
ഈ 16 ദിവസം എന്ന് പറയുന്നത് 16 ദിവസം എന്ന് പറയുന്നത് വിലയുള്ള ദിവസങ്ങളാണ്. ഈ 16 ദിവസത്തെ നമുക്ക് വിൽക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 16 ഏൺ ലീവിനെ നമുക്ക് സറണ്ടർ ചെയ്ത് ക്യാഷ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ട്രഷറിയിൽ നിന്നും നമുക്ക് വാങ്ങാം. അങ്ങനെ വരുമ്പോൾ ഈ 16 ദിവസം നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ 40 വർഷം മുമ്പുള്ള സർവീസ് 40 വർഷത്തിന് ശേഷം വരുമ്പോൾ നമ്മളുടെ ശമ്പളം എന്ന് പറയുന്നത് 10, 20, 100 ഇരട്ടിയൊക്കെ വർദ്ധിക്കാം. 825 രൂപ ശമ്പളത്തിൽ കയറിയ ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകുമ്പോൾ അതിനേക്കാൾക്ക് എത്രയോ മടങ്ങ് ശമ്പളം മേടിച്ചിട്ടാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ഞാനെന്ന് മാത്രമല്ല, സർവീസിലുള്ള ഓരോരുത്തരുടെയും 7, 8 ശമ്പള പരിഷ്കരണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ശമ്പളം വല്ലാണ്ട് വർദ്ധിക്കും. 825 നിന്നും 10,000ങ്ങളിലേക്ക് ശമ്പളം മാറുമ്പോൾ 825 കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിൽ എന്റെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്ത് 17 എന്നുള്ളത് 33 ആയപ്പോൾ 16 ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നപ്പോൾ 16 ദിവസത്തെ ശമ്പളം എനിക്ക് സറണ്ടർ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ലാഭം 800ന്റെ നിരക്കിൽ നിന്നും 10,000ങ്ങളുടെ നിരക്കിലായി കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന എനിക്ക് സറണ്ടറിലൂടെ കിട്ടുന്ന തുക എന്ന് പറയുന്നത് 10,000ങ്ങളാണ്. ആ 10,000 ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് അനുഭവവേദ്യമാക്കി കൊടുത്തത് 2007 ഗവൺമെന്റാണ്. 75/2007 25/2/2007 എന്ന് പറയുന്ന സർക്കാർ ഉത്തരവ് പ്രകാരം എല്ലാ ജീവനക്കാരനും, കേരളത്തിന്റെ സർവീസിലിരിക്കുന്ന എല്ലാ ജീവനക്കാരനും അവന്റെ ആദ്യ വർഷത്തെ സർവീസിലെ ഏൺ ലീവിന്റെ കാൽക്കുലേഷൻ മാറ്റിക്കൊണ്ട് 3ാം വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4ാം വർഷത്തിന്റെ തുടക്കത്തിൽ ആദ്യ വർഷത്തെ സർവീസിൽ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടത് റീകാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇയാൾക്ക് കിട്ടേണ്ടിയിരുന്ന 16 ഏൺ ലീവും കൂടെ അക്കൗണ്ടിലേക്ക് വരുത്തുവാൻ വേണ്ടി ഉത്തരവിട്ടു. അതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് 16 ദിവസത്തെ ശമ്പളമാണ് അധികമായിട്ട് കിട്ടുന്നത്. ഈ 16 ദിവസത്തെ ശമ്പളം എന്ന് പറയുമ്പോൾ റിട്ടയർമെന്റ് വരെ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള ലീവുകൾ, ഏൺ ലീവ് എത്രയുണ്ടോ 300 വരെയുള്ള ലീവുകൾ, 10 മാസത്തെ ശമ്പളത്തിന് തുല്യമായ വേതനം, ഒരു റിക്കവറിയും ഇല്ലാത്ത വേതനം നമുക്ക് സറണ്ടർ ചെയ്ത് കൊണ്ടുപോകാം. അതിലൂടെ കിട്ടുന്ന വലിയൊരു ലാഭമാണ് അന്നത്തെ ഗവൺമെന്റ് ഉണ്ടാക്കിയത്. എന്നാൽ അതുവരെ 25/2/2007 വരെ മുൻപ് നമ്മളുടെ സർവീസിന്റെ പെർമനന്റ് സ്ഥിരീകരിക്കപ്പെടുന്ന, പോസ്റ്റ് സ്ഥിരീകരിക്കപ്പെടുന്ന അന്ന് മാത്രമേ നമുക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരുന്നുള്ളൂ. 30 വർഷം സർവീസുള്ള ഒരു ജീവനക്കാരൻ 30ാമത്തെ വർഷം സർവീസിൽ ഇരിക്കുമ്പോഴായിരിക്കും അയാളുടെ എൻട്രി കേഡർ സർവീസിൽ തുടങ്ങിയ ആ പോസ്റ്റ് പെർമനന്റ് പോസ്റ്റിൽ ആയി മാറ്റപ്പെടുകയുള്ളൂ. അങ്ങനെ മാറ്റപ്പെടുന്നത് അറിഞ്ഞാൽ മാത്രമേ ഇയാൾക്ക് ആദ്യ വർഷത്തെ സർവീസിനെ റീകാൽക്കുലേഷൻ അർഹതയുണ്ടായിരുന്നുള്ളൂ. 1ാം വർഷം സർവീസിൽ നിന്നും 30ാം വർഷം സർവീസിലെത്തുമ്പോൾ, അല്ലെങ്കിൽ 32 വർഷത്തെയോ 33 വർഷത്തെയോ സർവീസിലെത്തുമ്പോൾ മാത്രം ആനുകൂല്യം ലഭിക്കേണ്ടിയിരുന്നത് അത് 3 വർഷത്തിലേക്ക് ചുരുക്കുവാൻ ഗവൺമെന്റിന് കഴിഞ്ഞു. 30 വർഷം കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. എന്തുകൊണ്ടാ? ഇതൊന്നും സ്ഥിരീകരിക്കപ്പെടുന്ന, അയാളുടെ എൻട്രി കേഡർ സ്ഥിരീകരിക്കപ്പെടുന്നതും ഗവൺമെന്റ് ഉത്തരവിൽ ഓരോ ഗവൺമെന്റിന്റെ ഓരോ ഉത്തരവിലൂടെ ഇറങ്ങേണ്ടതാണ്. അതത് ഡിപ്പാർട്ട്മെന്റുകൾ ഇയാളുടെ പോസ്റ്റ് സ്ഥിരീകരിച്ച വിവരം പ്രത്യേക ഉത്തരവിലൂടെ ഇറക്കി എല്ലാ ഓഫീസിലേക്കും സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അറിയില്ല. അങ്ങനെ ഒരു സ്ഥിരീകരണത്തെ പറ്റി റിട്ടയർമെന്റിലേക്ക് റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആൾ ഇതറിയില്ല. ഇത് കൺവേ ചെയ്യാൻ ആരും ഉണ്ടാവില്ല. നഷ്ടപ്പെടുത്തുന്നത് ഒരു ജീവനക്കാരന് ഒരു അര മാസത്തെ ശമ്പളമായിരിക്കും. അത് ഏത് തോതിലുള്ള അയാളുടെ റിട്ടയർമെന്റ് ദിവസത്തിന്റെ അവസാനത്തെ ദിവസത്തിന്റെ സാലറി റേറ്റിൽ കിട്ടേണ്ട ഏൺ ലീവിന്റെ ആനുകൂല്യമായിരിക്കും 16 ദിവസം, അരമാസത്തെ ശമ്പളം. ഒരു ആൾ റിട്ടയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു റിട്ടയർമെന്റിലെ ശമ്പള പരിധി എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് 3, ക്ലാസ് 2 വിഭാഗം ജീവനക്കാരുടെ ഏകദേശം 65,000 70,000 രൂപയ്ക്കൊക്കെ ആയിരിക്കും അയാൾ റിട്ടയർ ചെയ്യുന്നത്. അയാൾ അരമാസത്തെ ശമ്പളം എന്ന് പറയുന്നത് 60,000 രൂപയാണെങ്കിൽ 30,000 രൂപയാണ് അയാൾക്ക് നഷ്ടപ്പെടുന്നത്. അത് ഇല്ലാണ്ടാക്കി കേരളത്തിലെ ഓരോ ജീവനക്കാരനും റിട്ടയർ ചെയ്യുമ്പോൾ ഈ ആനുകൂല്യം, അധികമായിട്ടുള്ള ആനുകൂല്യം അയാൾക്ക് നേടിക്കൊടുക്കുവാൻ അന്നത്തെ ഗവൺമെന്റിന് കഴിഞ്ഞു.
ഏൺ ലീവില് സറണ്ടർ ചെയ്യുന്ന ആനുകൂല്യമുണ്ടോ? ഏൺ ലീവ് ലീവായിട്ട് എടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടോ? ഏൺ ലീവ് നമുക്ക് ലീവായിട്ട് എടുക്കാം, ഏൺ ലീവ് സറണ്ടർ ചെയ്ത് ക്യാഷ് ആയിട്ട് എടുക്കാം. ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഇങ്ങനെ ഒരു സ്മൂത്ത് പ്രോസസ്സിലൂടെ മാത്രമായിരിക്കില്ല. അതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ തടസ്സങ്ങൾ എന്തെല്ലാം? ഏൺ ലീവ് ലീവായിട്ട് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെല്ലാം എന്തെല്ലാം, ദോഷങ്ങൾ എന്തെല്ലാം, ഏൺ ലീവ് സറണ്ടർ ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അത് ഒരു മാക്സിമം എത്രയാണ്, അക്കൗണ്ടിലേക്ക് വരുന്ന ഏൺ ലീവ് എത്ര വരെ മാക്സിമം കരുതി വെക്കാം, ഇത് അവസാന ദിവസം റിട്ടയർമെന്റിന്റെ കാലമായിട്ട് എങ്ങനെ സറണ്ടർ ചെയ്യാം എന്നെല്ലാം ഉള്ള കാര്യം, അതിനെ തുടർച്ചയായിട്ടുള്ള ഹാഫ് ലീവിന്റെ കാര്യവും ലീവ് വിത്തൗട്ട് അലവൻസിന്റെ കാര്യവും സ്പെഷ്യൽ റൂളുകൾ നിരവധിയായിട്ടുള്ള സ്പെഷ്യൽ റൂളുകളുടെ കാര്യവും അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളുടെ മനസ്സിൽ നല്ല ഉറപ്പോടുകൂടി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും കോണിൽ നിന്നുള്ള സംശയത്തിന്റെ ഒരു മുൾമുന പോലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞങ്ങളുടെ അഡ്രസ്സിലൂടെയോ ഞങ്ങളുടെ മെയിലിലൂടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിന്റെ നമ്പറിലൂടെയോ നിങ്ങൾക്കുള്ള ഏത് സംശയവും സർവീസ് റൂൾ സംബന്ധിച്ച ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള സംശയങ്ങൾ നിവാരണം വരുത്താം. നിർബന്ധമായിട്ടും അതിന് ശ്രമിക്കണം. ക്ലാസ്സുകൾ തുടർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങളെ ഈ ക്ലാസ് കേരള എൻജിഒയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ക്ലാസ് ഇതുവരെ എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും കേരള എൻജിഒയുടെ പേരുള്ള അഭിവാദ്യങ്ങൾ നേരുന്നു. അടുത്ത ദിവസവും ഇത് തുടരും. നമുക്ക് ഇത് നിരന്തരം ക്ലാസ് ആയിട്ട് മാറ്റേണ്ടതുണ്ട്. അതിന്റെ ഒരു പരിശ്രമത്തിലാണ്. നമുക്ക് എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും ഈ ക്ലാസ്സിലൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾ KSRന് പൂർണ്ണ തോതിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ഒരാളില്ലാണ്ട് നമുക്ക് കടന്നു പോകാൻ, KSRന്റെ കടമ കടന്നു പോകാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. നിങ്ങൾക്കും ആ വിശ്വാസം മനസ്സിലിരിക്കട്ടെ. ആ വിശ്വാസത്തോട് നമുക്ക് മുന്നേറാം. ഇന്ന് ഈ ക്ലാസ് ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സംശയ ദൂരീകരണത്തിന് തുടർന്നും ഞങ്ങളെ വിളിക്കുകയോ ഞങ്ങളുടെ അഡ്രസ്സിലൂടെ ബന്ധപ്പെടുവാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.